everyone, welcome to Success 369 podcast with me, Deepa Rahuleshwar. So today I have with me the architect of success. നമ്മൾ എല്ലാവരും വിചാരിക്കും സക്സസിനൊരു simplified formula ഉണ്ടായിരുന്നെങ്കിൽ how nice would it have been എന്ന് നമ്മൾ വിചാരിക്കും അല്ലേ? So today I have someone who architected this formula for success from his own life. അദ്ദേഹത്തിന്റെ തന്നെ ജീവിതത്തിൽ നിന്നും ചെയ്ത എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളെ ഒരുമിച്ചൊരു സ്ട്രക്ചറിൽ കൊണ്ടുവന്ന് ഇന്ന് ഒരുപാട് പേരുടെ ലൈഫിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു 369 ഫ്രെയിം വർക്കിലേക്ക് സക്സസിനെ കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഹീസ് എൻ ഓഥർ. Apart from that, he is a TEDx speaker. His talk on TEDx had million views. And of course, he's also been featured on Forbes. He's Outlook $5 trillion economy. He's one of the visionaries of the $5 trillion economies. And of course, apart from all of this, he's the chief operating officer of Emircom in UAE. And ഇതിനൊക്കെ അപ്പുറം എനിക്ക് തോന്നുന്നു മലയാളികൾക്കൊക്കെ അറിയാവുന്നത് ഇദ്ദേഹം നമ്മുടെ ഇന്ന് മലയാളികൾ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്ത ഒരു സിനിമയുടെ സർവമായ എന്ന ഒരു റിഫ്രഷിംഗ് വെൽക്കം ആയിരുന്ന ഒരു ഫിലിമായിരുന്നു എമംഗ് ഓൾ ദി അതർ ത്രില്ലേഴ്സ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. ഒരു ബ്യൂട്ടിഫുൾ ബ്രീസ് പോലെ വന്നൊരു സിനിമയാണ്. ആ സിനിമയുടെ പ്രൊഡ്യൂസർ കൂടിയാണ് ഡോക്ടർ അജയ് കുമാർ. So Dr. Ajay Kumar is with me. Ajay, welcome to the Success 369 podcast. I don't know if I should really welcome you because you are Success 369. So I think I do welcome the avasham thanne illa. But your life truly is, it makes us all very curious. പക്ഷെ അതിലേക്ക് പോകുന്നതിന് മുൻപ് we have to address the elephant in the room. ഇന്ന് എല്ലാവരും ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും എല്ലാവരെയും ആശങ്കയിലാക്കുന്നതുമായ ഒരു കാര്യം പറയാതെ നമുക്ക് തുടങ്ങാൻ പറ്റില്ല. കാരണം ഇപ്പൊ എവിടെ നോക്കിയാലും നമ്മൾ കുറച്ചു നാൾ മുൻപ് കോവിഡ് കഴിഞ്ഞു. അതിൻ്റെ ഒരു കോവിഡ് ഉണ്ടായ ഒരു ഇറയില് നമ്മളൊക്കെ ജീവിച്ചു എന്ന് നമുക്ക് നാളെ പറയുമ്പോൾ വലിയൊരു കഥയായിട്ട് നമ്മൾ നമ്മുടെ കുട്ടികളോടും പേരക്കുട്ടികളോടൊക്കെ പറയുന്നൊരു കാര്യമായിരിക്കും. പക്ഷെ ഇപ്പൊ അതിന്ന് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്തൊരു കാര്യം വരികയാണ്. വി ആർ എമിഡ്സ്റ്റ് എ വേൾഡ് ക്രൈസിസ്. വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതൊരു ഒന്ന് കുറയും നാളെ കുറയും എന്ന് വിചാരിക്കുമ്പോൾ ഇറ്റ് ലുക്സ് ലൈക്ക് ഇറ്റ്സ് നോട്ട് ഡീ എസ്കലേറ്റിംഗ്. എസ്കലേറ്റ് ചെയ്യുന്നോന്ന് അറിയില്ല. പക്ഷെ വല്ലാത്ത അൺസർട്ടനിറ്റിയിലാണ് ഇരിക്കുന്നത്. ഇത് ലൈഫ് നോക്കുകയാണെങ്കിൽ, വേൾഡ് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഫുൾ ഓഫ് അൺസർട്ടനിറ്റീസ് റൈറ്റ് നൗ. ഇതിൻ്റെ ഇടയിൽ AI ഒരു ബൂം ഉണ്ടായിരുന്നു. ദാറ്റ് ഓൾസോ ക്രിയേറ്റഡ് ലോട്ട് ഓഫ് അൺസർട്ടനിറ്റീസ്. നമ്മുടെ ജോബ്സ് എന്താവും, ഓൾ ഓഫ് ദോസ്. സോ വി ലിവ് ഇൻ എ വേൾഡ് ഓഫ് അൺസർട്ടനിറ്റി കൺസിഡറിങ് ദ കറന്റ് സിറ്റുവേഷൻ. ഇപ്പോഴത്തെ ഒരു വാറും ഒരുപാട് പേർക്ക് ആശങ്കകൾ ഉണ്ടാവും. നമ്മുടെ ജോബിന് എന്ത് പറ്റും, നമുക്ക് തിരിച്ചു പോകാൻ പറ്റുമോ? ഓൾ ഗൾഫ് കൺട്രീസ് ആർ ബീങ് എഫക്റ്റഡ്. സോ സക്സസിന് ഇങ്ങനെ ഒരു ഫോർമുല ചെയ്തു തന്ന അജയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ക്രൈസിസിനെ ഓവർകം ചെയ്യാൻ ഒരാളെ എങ്ങനെയായിരിക്കും ഹെൽപ്പ് ചെയ്യുക? ഹൗ കെൻ ഹി സ്റ്റിൽ കണ്ടിന്യൂ ടു ബി സക്സസ്ഫുൾ എമിഡ്സ്റ്റ് ഓൾ ദീസ് അൺസർട്ടനിറ്റീസ്? താങ്ക് യു ദീപ. ഞാൻ ആദ്യം പറയട്ടെ, നമുക്ക് സക്സസിന് അങ്ങനെ ഒരു ഫോർമുല ആർക്കും പറയാൻ സാധിക്കില്ല. അതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് എന്ന് നമുക്ക് പറയാം, അല്ലേ? നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ എനിക്ക് തോന്നുന്നു അവസാനിപ്പിച്ചത് ബുക്ക വേൾഡിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. അതായത് വൊളാറ്റൈൽ, അൺസർട്ടൻ, കോംപ്ലക്സ്, ആംബിഗ്വസ് ആയിട്ടുള്ള ഒരു ലോകം. ഈ ലോകം ഇന്ന് ഇപ്പോൾ കറന്റ് ക്രൈസിസ് ഉള്ള സമയത്ത് മാത്രമല്ല, കോവിഡിന്റെ സമയത്ത് അത് കണ്ടതാണ്. അതിനുശേഷമോ അതിന് മുന്നേ ഉണ്ടായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള കുറേ ക്രൈസിസുകൾ നമ്മൾ കണ്ടതാണ്. അപ്പം അന്നൊക്കെ ബുക്ക വേൾഡിനെ പറ്റി സംസാരിച്ചു. അതിൽ നമ്മളെ പ്രിപ്പയർ ചെയ്യണം എന്നതിനെ പറ്റിയിട്ടും പല ആളുകളും പല തരത്തിലും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ കണ്ട ചില കാര്യങ്ങൾ, അതായത് നമ്മളെല്ലാം പഠിക്കുന്നത് എന്തിനാ? എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്തെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ പഠിക്കുന്നത് ആദ്യം ഏത് കുട്ടിയോടും ചോദിച്ചാൽ പറയുന്നത് എന്താണ്? ഒരു ഡിഗ്രി കിട്ടാനാണ്, അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം. പക്ഷെ നമ്മൾ ആരും നമ്മുടെ ചിന്തകളെ അപ്ഗ്രേഡ് ചെയ്യുന്നില്ല. ചിന്തകളെ അപ്ഗ്രേഡ് ചെയ്യുന്നിടത്താണ് എനിക്ക് തോന്നുന്നു സക്സസിന്റെ ആദ്യത്തെ, അല്ലെങ്കിൽ നമ്മൾക്ക് ക്രൈസിസിനെ, സക്സസ് എന്ന് പറയുന്നത് നമ്മുടെ ക്രൈസിസിനെയും കൂടി മാനേജ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണല്ലോ സക്സസ് എന്ന് പറയുന്നത്. എല്ലായ്പ്പോഴും എല്ലാം നല്ലതായിട്ട് നമുക്ക് വരില്ല. അപ്പൊ നമുക്ക് വരുന്ന ഒബ്സ്റ്റാക്കിൾസിനെ നമ്മൾ എങ്ങനെ ഫലപ്രദമായിട്ട് നേരിടാം, അതും ഒരു സക്സസ് ആണ്. ഇൻട്രസ്റ്റിംഗ് ആണ്. ചിന്തകളെ എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാം? ഐ തിങ്ക് തോട്ട് അപ്ഗ്രേഡേഷൻ. ഹൗ ഡു യു ഡു ദാറ്റ്? നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ചിന്തകളെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള എല്ലാ എലിമെന്റ്സും ഉണ്ട്. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് ഹിസ്റ്ററി പഠിക്കുന്നു, നമ്മൾ എന്തുകൊണ്ട് ഓരോന്നും പഠിക്കുന്നു എന്ന ചോദ്യം നമ്മൾ തന്നെ ചോദിക്കുന്നുണ്ട്, അല്ലെ? പക്ഷെ മാർക്ക് കിട്ടാൻ വേണ്ടിയാണ് പലരും പറയാറുള്ളത്. അവർ ധരിക്കുന്നതും അതാണ്. ഉദാഹരണത്തിൽ ഇപ്പോ ഇക്കണോമിക്സ് എല്ലാവർക്കും കേൾക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ട് തോന്നും. എന്നാൽ അതേസമയം ഇക്കണോമിക്സ് ഒരു മാർക്ക് കിട്ടാത്ത അല്ലെങ്കിൽ ഒന്നും കിട്ടാത്ത
ആളുകൾ പോയി ജോയിൻ ചെയ്യുന്ന ഒരു സ്ട്രീമായിട്ട് നമ്മുടെ നാട്ടിൽ പലപ്പോഴും അങ്ങനെ ഒരു ധാരണ. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ ഒക്കെ ജോയിൻ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി വളരെയധികം പഠിച്ചിട്ടും ഹാർഡ് വർക്കിൽ കൂടെയാണ് അവിടെ ചെല്ലുന്നത്. അപ്പോൾ മൈക്രോ എക്കണോമിക്സ് അത് എനിക്ക് തോന്നുന്നു എല്ലാ ആളുകൾക്കും വളരെ ബേസിക് ആയിട്ട് മനസ്സിലാക്കാവുന്ന അല്ലെങ്കിൽ അറിയേണ്ട ഒരു സബ്ജക്റ്റാണ് മൈക്രോ എക്കണോമിക്സ്. എങ്ങനെയാണ് ഒരാൾ ബിഹേവ് ചെയ്യുന്നത്, ഒരു ബേസിക് ബിഹേവിയർ പാറ്റേൺ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ മാർക്കറ്റ് ഫങ്ഷൻ ചെയ്യുന്നത്, എന്തുകൊണ്ട് ചില സമയത്ത് മാർക്കറ്റ് ഒരു സെന്റിമെന്റലിന്റെ മുകളിൽ വളരെയധികം മുന്നോട്ട് പോകുന്നു, ചില സമയത്ത് ഒരു കാരണവും ഇല്ലാതെ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് താഴേക്ക് വരുന്നു. അപ്പൊ അങ്ങനെയുള്ള ചില വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതിന് ഒരു മെറ്റാകോഗ്നിറ്റീവ് അല്ലെങ്കിൽ മെറ്റാകോഗ്നിഷൻ എന്ന് പറയാം. അതെന്താ വെച്ചാൽ നമുക്ക് നമ്മളോട് തന്നെ നമ്മൾ മനസ്സിലാകുന്ന കാര്യങ്ങൾ നമ്മൾ സ്വയം റിഫ്ലക്ട് ചെയ്ത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ചിന്തകളെ നമുക്ക് നമ്മുടെ വരുതിയിൽ വരുത്താനുള്ള ഒരു കഴിവ്, നമുക്ക് പഠിക്കുന്ന കാര്യങ്ങളെ അറിയാനുള്ള കാര്യങ്ങളെ ഒക്കെ മനസ്സിലാക്കാനും അതിനെ നമ്മൾ തന്നെ ഒന്ന് റിഫ്ലക്ട് ചെയ്ത് നോക്കാനും അതിലുണ്ടാകുന്ന കാര്യങ്ങളെ അനലൈസ് ചെയ്യാനൊക്കെയുള്ള ഒരു കഴിവായിട്ട് എടുത്താൽ മതി ഈ മൈക്രോ ഇക്കണോമിക്സിനെ, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ. പക്ഷെ അത് പല ആളുകളും നമ്മൾ പലപ്പോഴും ഇഗ്നോർ ചെയ്യുന്ന ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു വിഷയമാണ് എന്നൊരു ധാരണ നമ്മുടെ ചുറ്റുമുള്ളത് കൊണ്ടാവാം. ഇപ്പൊ പറഞ്ഞതുപോലെ ഇത് ഏത് പ്രായത്തിലുള്ള ഒരു റിഫ്ലക്ഷൻ ആയിരിക്കും ഇത് ഏറ്റവും കറക്റ്റ് ആയിട്ട് ഇൻ യുവർ ഒപ്പീനിയൻ? അതായത് ഒരു 12th സ്റ്റാൻഡേർഡ് കഴിയുമ്പോൾ തൊട്ട്, ബിക്കോസ് എവ്രി വൺ ഷുഡ് ബി അവെയർ അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് അറൌണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു 12th കഴിയുമ്പോൾ തൊട്ട് അല്ലെങ്കിൽ കോളേജ് അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കഴിയുന്ന ഏത് ടൈമിലായിരിക്കും റൈറ്റ് ഫോർ എ ചൈൽഡ് ഓർ എനി പേഴ്സൺ ടു പ്രോസസ് ദിസ് ആൻഡ് അനലൈസ് ആൻഡ് സെൽഫ് റിഫ്ലക്ട് ഓൺ മൈക്രോ എക്കണോമിക്സ്? അതെന്തായിരിക്കും അതിനൊരു പ്രായം നമുക്ക് പറയാൻ പറ്റുമോ എനിക്കറിയില്ല. പക്ഷെ മുതിർന്ന ആളുകളെ പോലെ നോക്കൂ, നമ്മളെല്ലാം വളരെ ബയസ്ഡ് ആണ് നമ്മുടെ ചിന്തകളിലും നമ്മൾ പറയുന്ന കാര്യങ്ങളിലും നമ്മൾ ഉറച്ചു നിൽക്കാറുണ്ട്. അല്ലെങ്കിൽ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നതാണ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ? പക്ഷെ അങ്ങനെയല്ല മാർക്കറ്റ് ഫങ്ഷൻ ചെയ്യുന്നത്. നമ്മളുടെ ഇന്നലെയുള്ള ധാരണകൾ ചിലപ്പോൾ ഇന്ന് ആണെന്ന് തെളിയാം. മനസ്സിലായോ? ചില ഡിസിഷൻസ് നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ മോശമാണെന്ന് തോന്നാം, അല്ലെങ്കിൽ നല്ലതല്ലെന്ന് തോന്നാമെങ്കിലും ഇക്കണോമിക്കലി അല്ലെങ്കിൽ ഫിനാൻഷ്യലി ആ ഡിസിഷൻസ് നന്നായിട്ട് വരാം. നമ്മൾ എടുക്കുന്ന പല ഡിസിഷൻസ് ഇപ്പൊ ഇന്നലെ വരെ എടുത്ത ഇപ്പോൾ ചില മാർക്കറ്റുകളിൽ അല്ലെങ്കിൽ ചില കമ്പനികൾ, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഡിഫൻസ് റിലേറ്റഡ് കമ്പനികൾ ചിലപ്പോൾ അത്ര നന്നായിട്ടായിരിക്കില്ല പെർഫോം ചെയ്യാറുള്ളത്. ഇപ്പോഴത്തെ കറന്റ് ക്രൈസിസിൽ ആ കമ്പനികൾ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു. ചില മാർക്കറ്റിൽ ചില ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഉണ്ടാകുന്ന വലിയ വ്യതിയാനങ്ങൾ ചില കമ്പനികളെ നന്നായിട്ട് ബാധിക്കുന്നു, ചില ആളുകളെ മോശമായിട്ട് ബാധിക്കുന്നു. അത് ഒരു ഇൻഡിവിജ്വൽ ലെവലിലേക്ക് പോകുന്നു. വളരെ ഇന്ന് FMCG സെക്ടർ എടുത്തോളൂ, അല്ലെങ്കിൽ ഭക്ഷണം, റെസ്റ്റോറൻറ്റുകൾ, ഹോട്ടൽ ഇൻഡസ്ട്രി, ടൂറിസം എല്ലാം താഴേക്ക് പോയ സമയത്ത് വേറൊരു സെക്ടർ നന്നായിട്ട് മാറുന്നു. ചില രാജ്യങ്ങൾ വളരെയധികം അവരുടെ എക്കണോമിയെ ബെനിഫിറ്റ് ചെയ്യിപ്പിക്കുന്നു, ഓയിലുള്ള രാജ്യങ്ങളെല്ലാം ബെനിഫിറ്റ് ചെയ്യിപ്പിക്കുന്നു, ചില രാജ്യങ്ങൾ ബെനിഫിറ്റ് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ അങ്ങനെ വളരെ നമ്മൾ ഒരു ഓപ്ഷനെ മാത്രം വെക്കാതെ മാർക്കറ്റിനെ അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മളുടെ കഴിവുകളെ ഏതെല്ലാം രീതിയിൽ നമുക്ക് വേർതിരിച്ചു വിടാം, ഏതെല്ലാം രീതിയിൽ നമുക്ക് അതിനെ ഡൈവേർട്ട് ചെയ്യിപ്പിക്കാം എന്ന് മനസ്സിലാക്കുന്ന ഒരാൾക്ക് അതിനാണ് പറയുന്നത് സെൽഫ് റിഫ്ലക്ഷൻ. അപ്പൊ സെൽഫ് റിഫ്ലക്ഷൻ നമ്മൾ മുതിർന്നവർക്ക് ഉണ്ടായാൽ മാത്രമേ അത് നമുക്ക് നമ്മുടെ കുട്ടികളിൽ പകർന്നു കൊടുക്കാൻ സാധിക്കും. എപ്പോഴും അത് ഒരു സ്കൂളിൽ നിന്ന് മാത്രം പഠിക്കേണ്ട ഒരു കാര്യമായിട്ട് മാറുന്നില്ല. അത് അധ്യാപകരുടെ മാത്രം ഉത്തരവാദിത്തമല്ല, ടെക്സ്റ്റ് ബുക്കുകളുടെ ഉത്തരവാദിത്തമല്ല, ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമല്ല, ആരുടെ ഉത്തരവാദിത്തമല്ല അല്ലെ? ഇന്നത്തെ കാലത്ത് നമുക്കൊരു ജനറൽ ടെൻഡൻസി ഇല്ലേ, ഇന്ന് പഠിച്ചു വരുന്ന കുട്ടികൾ പോലും പറയും, ഈ കറന്റ് ക്രൈസിസിൽ എനിക്ക് ജോലി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ പാരന്റ്സും കൂടി പറഞ്ഞു കൊടുക്കുകയാണ്, ജോലി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നു. നമ്മുടെ മനസ്സിൽ അത് പറഞ്ഞ് ഉറപ്പിക്കുകയാണ് നമ്മളൊക്കെ. പക്ഷെ ജോലി ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമല്ല, ഒരു കാലത്തും ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമല്ല, അത് പ്രൈവറ്റ് സെക്ടറിന്റെ ഉത്തരവാദിത്തമല്ല, നിങ്ങളുടെ പാരന്റ്സിന്റെ ഉത്തരവാദിത്തമല്ല, അത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. നമ്മൾ തീരുമാനിക്കുകയാണ് എന്റെ ജോലി ഞാൻ മാത്രം കണ്ടുപിടിക്കുന്നതായിരിക്കും എന്ന് തീരുമാനിച്ചാൽ, എന്റെ ചെറുപ്പത്തിൽ അറിഞ്ഞോ അറിയാതെയോ എനിക്കുണ്ടായിരുന്ന ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞത്, ഞാൻ ജോലി കണ്ടെത്തുന്നുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമായിരിക്കും, അത് വേറൊരാൾ റെക്കമെൻഡ് ചെയ്ത എത്ര നല്ല ജോലിയായാലും എനിക്കത് വേണ്ട. അങ്ങനൊരു തീരുമാനം നമുക്ക് 20 വയസ്സിലെടുക്കാൻ എനിക്ക് ആരും അത് പറഞ്ഞു തന്നതല്ല. അങ്ങനെ തീരുമാനം നമുക്ക് എടുക്കാൻ സാധിച്ചാൽ അത് ജീവിതത്തിലുടനീളം നമുക്ക് നല്ലതായിട്ടേ വരും. ആദ്യം നമ്മൾ റെക്കമെൻഡ് ചെയ്ത് കിട്ടുന്ന ഒരു ജോലി എന്ന് പറയുന്നത്, ആ ജോലിയിൽ എപ്പോഴും ഒരു പ്രശ്നം ഉണ്ടായിരിക്കും. പിന്നെ ആൾ റെക്കമെൻഡ് ചെയ്ത് വരുന്ന
ആളാണ്, ഇന്ന റെക്കമെൻഡേഷനോട് വേണ്ടി വരുന്ന എന്ന് പറയുമ്പോൾ മറ്റേ ആൾക്ക് എത്ര കഴിവുള്ളതായിക്കോട്ടെ നിങ്ങളെ പറ്റിയുള്ള ധാരണ മാറും. അപ്പോൾ ഇതാ ഞാൻ പറയുന്ന റിഫ്ലക്ഷൻ, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകള്, നമ്മൾ ചില കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത്, നമ്മളുടെ ചരിത്രം പഠിക്കുന്നത്, മുൻപ് ഇങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ എങ്ങനെയാണ് മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്തത്, എങ്ങനെയാണ് മറ്റുള്ള ആളുകൾ റെസ്പോണ്ട് ചെയ്തത്, എങ്ങനെയാണ് ലോകം അതിനോട് റെസ്പോണ്ട് ചെയ്തത് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്. അതിനൊരു പ്രായം ശരിക്കും പറഞ്ഞാൽ ഒരു വിഷയമല്ല. പക്ഷെ അജയ്, ഒരു കാര്യം ഇത് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നൊരു ക്യൂരിയോസിറ്റിയാണ്, കേട്ടുകൊണ്ടിരിക്കുന്നവർക്കുണ്ടാവും. ഇതിനുള്ള ഓപ്പർച്യൂണിറ്റീസും വേണമല്ലോ. ഇപ്പൊ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ട്, നമുക്കൊരു സെൽഫ് റിഫ്ലക്ഷൻ ഉണ്ട്, എനിക്ക് ഇന്ന ജോലി വേണം. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന ജോലിക്കുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? അവിടെയല്ലേ ഈ ക്രൈസിസ് ഒക്കെ റെലവെന്റ് ആയിട്ട് വരുന്നത്. അതായത് ഇത്രയും ക്രൈസിസിന്റെ ഇടയിൽ ഒരു പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന സ്ട്രീമിലുള്ള ഒരു ജോലി എനിക്ക് ചിലപ്പോൾ കിട്ടിക്കൊള്ളണം എന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെ സ്റ്റിൽ വി ക്യാൻ ഹോൾഡ് ഓൺ ടു ദാറ്റ് സക്സസ് ദാറ്റ് ഇസ് അലൈൻഡ്. അതായത് ഇപ്പം സക്സസ് 369 പറയുന്നതും ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സക്സസ് എനിക്ക് വേണം, മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളതല്ല. അപ്പം ഞാനൊരു സക്സസ് ആഗ്രഹിക്കുമ്പോഴും അതിന് വേണ്ട അവസരങ്ങൾ ചുറ്റുമുണ്ടോ, അതിന് വേണ്ട ഒരു എക്കോസിസ്റ്റം നമ്മുടെ ലോകത്തുണ്ടോ എന്നുള്ളതും ഒരു ചാലഞ്ച് അല്ലേ അവിടെ? അതിനെനിക്ക് തോന്നുന്നു നിങ്ങൾ എന്താണോ ഭയപ്പെടുന്നത് അത് നിങ്ങൾക്ക് സംഭവിക്കാനുള്ളൊരു അങ്ങനെ തിയറി ഉണ്ട്. നമ്മൾ ഭയപ്പെടുന്ന കാര്യം നമ്മളെ എപ്പോഴും ഹോണ്ട് ചെയ്തോണ്ടിരിക്കും. അത് ചിലപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യാം. അത് മാനിഫെസ്റ്റേഷനോ, അത് റൈറ്റ് മാനിഫെസ്റ്റേഷനും റോങ് മാനിഫെസ്റ്റേഷനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അങ്ങനെ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് ചിന്തിക്കുന്നതിന് പകരം ആ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കുക വേണ്ടത്. മനസ്സിലായോ? അപ്പോൾ അത് നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ യൂണിവേഴ്സിറ്റികളും ഒരുവിധം എല്ലാ കോഴ്സും എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ഒരുപോലെ തന്നെയാണ് അല്ലെ. കെമിസ്ട്രി പഠിക്കുന്നത് കേരളത്തിൽ നിന്ന് പഠിച്ചാലും USA പോയി പഠിച്ചാലും വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ പഠിക്കുന്നു, അതിൽ ഏതൊക്കെ ശാഖകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്. ഞാൻ ആർട്ട് ഫീൽഡിലുള്ള ഒരാളാണ്. അപ്പോൾ ഇപ്പൊ കലാമണ്ഡലം പോലെ ഒരു സ്ഥാപനത്തില് അവിടെ കഥകളി പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ കഥകളിയിൽ എത്ര പേര് പഠിച്ച് കഥകളി രംഗത്ത് ശോഭിക്കാൻ സാധിക്കും? അതിനുള്ള ഒരു പരിമിതികളുണ്ട്. പക്ഷെ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ഡാൻസ് ഡ്രാമ ആയിട്ട് നമുക്ക് കഥകളിയെ കണ്ടു കഴിഞ്ഞാൽ, ഡ്രാമ പഠിക്കുന്ന കുട്ടികൾക്കാണ് ലോകത്തിലെമ്പാടും ഏറ്റവും അധികം ജോലി കിട്ടുന്നത്. എപ്പോഴും ഡ്രാമയെന്നുള്ള ഇപ്പോൾ UK ഒക്കെ ഒരു ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലെ ഡ്രാമയിലെ ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരു കുട്ടിക്ക് അവനെ വിത്തിൻ 2 weeks ആണ് അവരുടെ പല HR കമ്പനികളുടെ, മൾട്ടിനാഷണൽ കമ്പനികളുടെ HRകളും ഡ്രാമയില് ഗ്രാജുവേഷൻ ചെയ്ത കുട്ടികളെ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ എത്ര കുട്ടികൾ അല്ലെങ്കിൽ കലാമണ്ഡലത്തിൽ നിന്നോ ഒക്കെ കഥകളി ഇത്രയും ബുദ്ധിമുട്ടി 10-12 വർഷത്തെ ഒരു തപസ്യ തന്നെയാണ്. അങ്ങനെ പഠിച്ച കുട്ടികൾ ആ ഒരു ആംഗിളിൽ ആലോചിക്കുന്നില്ല. അപ്പൊ അവരൊക്കെ ആലോചിക്കുന്നത് ഒന്നിലോ കലാമണ്ഡലത്തിൽ തന്നെ പഠിച്ച സ്ഥലത്ത് ജോലി കിട്ടണം, അല്ലെങ്കിൽ ഗവൺമെന്റ് ഒരു ജോലി തരണം, അല്ലെങ്കിൽ ഞാൻ ഈ രംഗത്ത് തന്നെ നിന്ന് അവിടെ വലിയ കലാകാരനാവണം. പക്ഷെ അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതുകൊണ്ട് പുറത്ത് ഇത്രയും വലിയൊരു ലോകം അവരെ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ അതിനെന്തൊക്കെയാണ് നമ്മളെ എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് നമുക്കുള്ളത്? ചിലപ്പോൾ ഭാഷ, ലാംഗ്വേജ് ഒരു റെസ്ട്രിക്ഷനാണ്. അപ്പൊ അതിനെ ഓവർകം ചെയ്യാനാണ് നോക്കേണ്ടത്. എപ്പോഴും നമ്മൾ ആ ഓപ്പർച്യൂണിറ്റീസിനെ കാണുന്നത്. എനിക്ക് പുറത്തു പോയാൽ ഈ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എനിക്ക് വേണമെങ്കിൽ പുറത്തു പോയാൽ എനിക്ക് ഭാഷ അറിയില്ല എന്ന് പറഞ്ഞ് എനിക്ക് ഇവിടെ തന്നെ നിൽക്കാം. അതാണ് നമ്മൾ ചെയ്യുന്ന നമ്മുടെ തിങ്കിങ്ങിന്റെ അപ്ഗ്രഡേഷൻ ഇല്ലായ്മ. അവിടെയാണ് നമ്മുടെ മാറ്റം സംഭവിക്കേണ്ടത്. അതുപോലെ തന്നെ ഞാൻ രണ്ടാമത്തെ ഒരു പോയിന്റ് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഗെയിം തിയറി അല്ലെ. ചില ആളുകൾ എന്തുകൊണ്ട് നമ്മളോട് സഹകരിക്കുന്നു, ചില ആളുകൾ എന്തുകൊണ്ട് നമ്മളെ വഞ്ചിക്കുന്നു, അതേ ആളുകൾ വേറൊരു ആളോട് സഹകരിക്കുന്നു, ചില ആളുകൾ നമ്മൾ എന്തുകൊണ്ട് ഫ്രണ്ട്സ് ആവുന്നു അല്ലെ. ഇന്ന് ലോകമെല്ലാം ഇപ്പൊ ഫിനാൻഷ്യലി ആയാലും ഇക്കണോമിക്സിലായാലും അല്ലെങ്കിൽ സ്ട്രാറ്റജീസിലായാലും ലോകത്തിന്റെ ഇപ്പോഴത്തെ കറണ്ട് ക്രൈസിസ് നോക്കൂ. അവരവരുടേതായ ലോകത്തിലേക്ക് മാത്രം മാറിക്കൊണ്ടിരിക്കുക. ഓരോ രാജ്യങ്ങളും അവരുടെ താല്പര്യങ്ങളെയാണ് ആദ്യം നോക്കുന്നത് അല്ലെ. അത് ഇൻഡിവിജ്വൽ തലത്തിലേക്ക് വരും. നമ്മളൊക്കെ നമ്മുടെ താല്പര്യങ്ങളെ ആദ്യം സംരക്ഷിക്കുന്നത്. നമ്മൾ ഫ്ലൈറ്റിൽ കയറുമ്പോൾ ആദ്യം പറയുന്നത് എന്താണ്? ഒരു ഫ്ലൈറ്റിൽ ഒരു ക്രൈസിസ് ഉണ്ടായാൽ ഫസ്റ്റ് നിങ്ങൾക്കാണ് സീറ്റ് ബെൽറ്റ് വേണ്ടതും ഓക്സിജൻ മാസ്ക് നിങ്ങൾ ധരിച്ചതിന് ശേഷം മാത്രം കുട്ടികൾക്ക് കൊടുക്കാന്നുള്ളത്. നമ്മൾ ഏറ്റവും പ്രയോറിറ്റി ആദ്യം കൊടുക്കുക കുട്ടികൾക്കാണ്. പക്ഷെ നിങ്ങൾ ധരിച്ചാൽ മാത്രമേ കുട്ടികൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അവനവനിലേക്ക് തന്നെയാണ് നമ്മളൊക്കെ നോക്കുന്നത്. ഈ സെൽഫിഷ്നെസ് എന്ന് പറയുന്നതിന്റെ അവസാനമാണ്, നിങ്ങളെ ഇഷ്ടപ്പെടുന്നതിന്റെ അവസാനമാണ് സെൽഫ്ലെസ്നെസ്.
നിങ്ങളെ ഇഷ്ടപ്പെടണം, അതൊരു സെൽഫിഷ്നെസ് ആണ്. ആ സെൽഫിഷ്നെസ് ഉള്ള ഒരാൾക്കാണ് സെൽഫ്ലെസ്നെസ്സിനെ പറ്റി സെൽഫ്ലെസ് ആവാൻ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ ഗെയിം തിയറി നമ്മൾ എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? ഒരു പെർട്ടിക്കുലർ വേയില് ഒരാള് നമ്മളോട് ബിഹേവ് ചെയ്യുന്ന സമയത്ത് നാം എങ്ങനെ അതിനെ ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്നു, എങ്ങനെ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യണു, എങ്ങനെ നമുക്ക് ഒരു നല്ല ഡിസിഷനിൽ എത്താൻ സാധിക്കുന്നു. ഒരു സമയത്ത് നമ്മൾ ചിലപ്പോൾ എല്ലാം നമുക്ക് വിജയിക്കാൻ പറ്റില്ല. ചില ചെറിയ തോൽവികൾ നമുക്ക് വലിയ വിജയങ്ങളെ തരാം. നമുക്ക് ആദ്യം പുറത്തുനിന്ന് കാണുമ്പോൾ അതൊരു ഇനിഷ്യലി തോൽവിയാണെന്ന് തോന്നാം, അല്ലെ? നമ്മൾ തോൽക്കുന്ന ചില സന്ദർഭങ്ങളുണ്ടാവും. നമ്മൾ ചിലപ്പോൾ ഓൾറെഡി ഒരു ചെറിയ മിസ്റ്റേക്ക് ഒരാളായിട്ട് ചെയ്തു, അവിടെ നമ്മുടെ ഈഗോ സമ്മതിക്കുന്നില്ല അത് പോയി സോറി എന്ന് പറയാനോ ഞാൻ ചെയ്ത് തെറ്റായി എന്ന് പറയാനോ നമ്മുടെ ഈഗോ സമ്മതിക്കാത്തൊരവസ്ഥ ഉണ്ടാവും. അവിടെ പോയി ഒരു സോറി പറയുന്നിടത്ത് അത് തീർന്നു. അവിടെ എന്താ ഉണ്ടാവുന്നത്? നമ്മൾ അവിടെ തോറ്റുപോവാണ് യഥാർത്ഥത്തിൽ മറ്റുള്ളവരുടെ മുന്നിൽ സംഭവിക്കുന്നത്. പക്ഷെ നമ്മുടെ ഓപ്പോസിറ്റുള്ള വ്യക്തിയുടെ മുന്നിൽ നമുക്ക് വലിയ റെസ്പെക്റ്റാണ് ഉണ്ടാവും. അവിടെ നമ്മൾ ജയിക്കുക ചെയ്യും. അപ്പൊ അങ്ങനെ ചെറിയ സിറ്റുവേഷൻസിനെ നമുക്ക് അനലൈസ് ചെയ്താൽ വലിയ കാര്യങ്ങളെ വളരെ സിമ്പിളായിട്ട്, ഇതാണ് ഗെയിം തിയറി. അപ്പൊ ഗെയിം തിയറി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നതാണ്. അത് എന്താ ദ ഗെയിംസ് പീപ്പിൾ പ്ലേ എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം വായിച്ചാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ, നമുക്കൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിം തന്നെയാണ് ജീവിതം. അത് നമ്മള് ചിലപ്പോൾ നമ്മൾ വിക്ടിമായിട്ട് അഭിനയിക്കും, ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന പോലെ ചെയ്യും. ഇതെല്ലാം നമുക്ക് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. അത് ആ ബോധ്യം ഉണ്ടാവുന്ന നിമിഷം, അല്ലെങ്കിൽ എനിക്ക് ധാരാളം പൈസ ആവശ്യമില്ല, ഐ എം ഹാപ്പി വിത്ത് വാട്ട് ഐ ആം, എനിക്ക് വലിയ വലിയ പദവികളൊന്നും വേണ്ട, ഇതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നതാണ്. ഇതൊക്കെ നമ്മൾ നമ്മളെ തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം പവർഫുൾ ആവുന്ന നിമിഷം, നമുക്ക് പൈസയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ വരുന്ന നിമിഷത്തിലാണ് നമുക്ക് മറ്റുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അത് സാധിക്കില്ല, അല്ലേ? അല്ലെങ്കിൽ പറയാറില്ലേ ഈ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഡിറ്റാച്ച്മെന്റ്, അതൊക്കെ നമ്മൾ കളിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ സ്വയം അറിയാതെയോ അറിഞ്ഞോ കളിക്കുന്ന ഓരോ ഗെയിമുകളാണ് ഞാൻ പറയും. എന്താ ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ഒന്നും വേണ്ട എന്ന് വെച്ച് നടക്കുന്ന ഒരു അവസ്ഥയല്ല. ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ഓൺ ചെയ്യുന്നു നമ്മൾ, പക്ഷെ നമ്മളെ ഒന്നും ഓൺ ചെയ്യുന്നില്ല. അത് നമ്മളിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ആ അവസ്ഥയാണ് നമുക്ക് ഡിറ്റാച്ച്മെന്റ് എന്ന് പറയാവുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങളിൽ നാം നമ്മെ തന്നെ ഒബ്സർവ് ചെയ്ത് അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരവസ്ഥ. അതാണ് ഞാൻ പറഞ്ഞു വരുന്ന രണ്ടാമത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം നമുക്കൊക്കെ ജീവിതത്തിലെ പരീക്ഷിക്കാം. മറ്റൊരു തലം തന്നെയാണ് എനിക്ക് തോന്നുന്നു അജയ് ഇപ്പം സംസാരിക്കുന്നത്. കാരണം എല്ലാവരും വിചാരിക്കുന്നത് നമ്മൾ സെൽഫിഷ് ആവുന്നത് ഇറ്റ്സ് എ നെഗറ്റീവ് ട്രേറ്റ്, സെൽഫ്ലെസ് ഇസ് ദി ഓപ്പോസിറ്റ് ഓഫ് സെൽഫിഷ്. പക്ഷെ അജയ് പറയുന്നത് വെച്ചിട്ട് നമ്മൾ ആ സെൽഫിഷ്നെസ്സിന്റെ അങ്ങേയറ്റം എത്തിക്കഴിഞ്ഞ് നമ്മൾ നമ്മളെ തന്നെ അത്രത്തോളം സ്നേഹിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് ആ സ്നേഹത്തിന്റെ ഒരു പങ്ക് കൊടുക്കാൻ പറ്റുള്ളൂ. സോ സെൽഫ്ലെസ്നെസ് ഇസ് ബിയോണ്ട് ബീയിങ്സ്. ആ സെൽഫിഷ്നെസ്സിനെ അങ്ങ് എക്സ്ട്രീം ആയി കഴിഞ്ഞിട്ടാണ് ആ സെൽഫ്ലെസ്നെസ് വരിക എന്ന് പറയുന്നത് ഒരു വളരെ റിഫ്രഷിംഗ് ആയ ഒരു ഡിഫറെന്റ് ഒരു തോട്ട് തന്നെയാണ്. അടുത്ത എന്താണ് അജയ്? അതുപോലെ നമ്മുടെ ഒരു സേ ഫോർ എക്സാമ്പിൾ എന്താ പറയണ്ടേ, പറയുമ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ഇതായിട്ട് തോന്നും. ഇപ്പോൾ ഇവല്യൂഷൻ ബയോളജി എന്ന് പറയാം. പക്ഷേ നമ്മൾ മുമ്പ് ഇവിടെ സംസാരിച്ചിട്ടുണ്ടോ, ഇപ്പോൾ മൈക്കലാഞ്ചലോനെ എടുക്കും, അതിനിപ്പോൾ പോളിമാത്ത് എന്ന് പറയും. അതായത് 2 വ്യത്യസ്ത തലത്തിലുള്ള അറിവുകൾ ഉണ്ടാവാം. വെസ്റ്റേൺ എഡ്യൂക്കേഷനിലൊക്കെ മെഡിസിൻ ചെയ്യുന്ന ഒരാൾ തന്നെ മ്യൂസിക്കും ചെയ്യും. അത് ചെയ്യാനുള്ള ഒരു സംവിധാനം അവിടെ യൂണിവേഴ്സിറ്റികളുണ്ട്. അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങോ ഹിസ്റ്ററിയോ പഠിക്കാം, അല്ലെ? നമ്മളുടെ നാട്ടിലത് കേട്ടുകളിവില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ 2 വ്യത്യസ്ത മേഖലകളിൽ അത് ആ യൂണിവേഴ്സിറ്റികൾ വെറുതെ അഡോപ്റ്റ് ചെയ്തതല്ല. അവർ ആ കോഴ്സ് അങ്ങനെ കരിക്കുലം ചെയ്തത് പാസ്റ്റിൽ നിന്നും ഹിസ്റ്ററിയിൽ നിന്നൊക്കെ ഒബ്സർവ് ചെയ്ത കാര്യങ്ങളിൽ നിന്നാണ്. അങ്ങനെ പല ആളുകളും, ഇപ്പൊ ഇലോൺ മസ്കിനെ എടുത്തോളൂ, പല മേഖലയിലാണ് ഇൻട്രസ്റ്റ്, അല്ലെ? ട്വിറ്റർ ഓൺ ചെയ്യുന്ന അതേ, എക്സ് ഓൺ ചെയ്യുന്ന അതേ ആള് തന്നെയാണ് സ്പേസിലും പോകുന്നത്, അതേ ആള് തന്നെയാണ് കാറുകൾ ഉണ്ടാകുന്നത്. അതിലൊക്കെ റെവല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ആളുടെ ഇൻട്രസ്റ്റ് വളരെ വൈഡാണ്. പലപ്പോഴും നമുക്കറിയാത്തൊരു കാര്യത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആ കാര്യത്തിനെ പറ്റി അറിവില്ലായ്മ ഉള്ളത് കൊണ്ട് തന്നെ ബുദ്ധിയുള്ളൊരു മനുഷ്യൻ എന്ത് ചെയ്യും? അതിനെപ്പറ്റി കൂടുതൽ പഠിക്കും. അതിൽ അറിവുള്ള ഒരാളെക്കാളും കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കും. മൈക്കലാഞ്ചലോന്റെ ഉദാഹരണം എടുത്താൽ, അദ്ദേഹം അനാട്ടമി പഠിച്ചത് ഒരു ഡോക്ടർ ആവാൻ വേണ്ടിയിട്ടല്ല. അനാട്ടമി പഠിക്കുന്നത് അനാട്ടമി എങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്റെ ശില്പങ്ങളിൽ കൊണ്ടുവരാൻ പറ്റും എന്ന് മനസ്സിലാക്കാനാണ്. അപ്പോൾ
ഒരു ഹ്യൂമൻ അനാട്ടമി അറിയുന്ന ഒരാൾക്ക് മാത്രമേ വളരെ വ്യത്യസ്തമായ രീതിയിൽ ശില്പങ്ങളെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഇവല്യൂഷൻ ബയോളജി എന്നുള്ളത് നമുക്കൊക്കെ പലപ്പോഴും കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിലും ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെ വളരെ നന്നായിട്ട് നമുക്ക് അഡോപ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. വേരിയഡ് ഇൻട്രസ്റ്റുകൾ, ജാക്ക് ഓഫ് ഓൾ ട്രേഡ് നല്ലതല്ല നമ്മൾ പറയും. ജാക്ക് ഓഫ് ഓൾ ട്രേഡ് മാസ്റ്റർ ഓഫ് നൺ അല്ല. ഈവൻ ഇഫ് യു ആർ എ ജാക്ക് ഓഫ് ഓൾ ട്രേഡ് യു ക്യാൻ ബി എ മാസ്റ്റർ അറ്റ് വേരിയസ് തിങ്സ്. അതിൽ ഇപ്പോൾ ഇലോൺ മസ്ക് ആയാലും പല ആളുകളായാലും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു ടാസ്ക് നമ്മൾ എടുത്തു നോക്കും, നമ്മൾ എടുക്കുന്ന ടാസ്ക് ഏറ്റവും ഫലപ്രദമായി നാം തന്നെ ചെയ്യാനുള്ളൊരു ഉത്തരവാദിത്വം നമുക്ക് ഉണ്ടായിരിക്കണം. അത് നമ്മുടെ മനസ്സിൽ നമ്മൾ തന്നെ പറഞ്ഞ് പ്രതിഫലിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ആ ടാസ്ക് ഏറ്റവും ഫലപ്രദമായിട്ട് ചെയ്യണം. അത് വേറൊരാളുടെ ഉത്തരവാദിത്തമല്ല. ആ ഉത്തരവാദിത്തം ചില ആളുകൾക്കുണ്ട് എല്ലാം നമ്മൾ തന്നെ ചെയ്യണം, അല്ലെ? അങ്ങനെ രണ്ട് തരത്തിലുള്ള ആളെ. ചില ആളുകൾ എന്താ, ഇല്ല എൻ്റെ ടീമുണ്ട് അവർ ചെയ്തോളൂ. പക്ഷെ അവിടെ ഉള്ളൊരു വ്യത്യാസമുണ്ട്. എല്ലാം നമ്മൾ തന്നെ ചെയ്യണം എന്നുള്ളത് നല്ല കാര്യമല്ല. ചില കാര്യങ്ങളിൽ മാത്രമാണ് അതെല്ലാം നമ്മൾ തന്നെ ചെയ്യണം എന്ന ഒരു ഇത് ധരിക്കുന്നു. 90% കാര്യങ്ങളിലും നിങ്ങൾക്കൊരു ടീം ഒപ്പം വേണം. പക്ഷെ ആ ടീമിനെ ഡെലിഗേറ്റ് ചെയ്യുന്ന അവസ്ഥയിൽ ആ ഡെലിഗേറ്റ് ചെയ്തതിനു ശേഷം അത് മറക്കുകയല്ല ചെയ്യേണ്ടത്. എന്താണ് ഡെലിഗേഷൻ? നമ്മളുടെ ഉത്തരവാദിത്തം വേറൊരു ആൾക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ കൊടുക്കുന്ന ജോലി ഒരാൾക്ക് കൊടുക്കുന്നു, പക്ഷെ അതിന്റെ ഉത്തരവാദിത്തം നമ്മളുടെ കയ്യിൽ തന്നെയാണ്. അപ്പൊ ആ ഉത്തരവാദിത്തം ഫലപ്രദമായിട്ട് നിറവേറ്റണമെങ്കിൽ ആ ആളത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഫീഡ്ബാക്ക് വേണം. അതാത് സമയങ്ങളിൽ അവർ ചെയ്യുന്നത് ഓരോ മൈൽ സ്റ്റോണിലും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയണം. അവിടെ നമ്മൾ അവരെ കുറ്റപ്പെടുത്താതെ തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റെന്ന് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയാതെ നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഓരോ നിമിഷത്തിലും മുന്നോട്ട് കൊണ്ടുപോകും. അതൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ്. കാരണം നമ്മൾ പല ഓർഗനൈസേഷൻസിലും കണ്ടിട്ടുണ്ട്, ഡെലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ടാസ്ക് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നീട് ചോദ്യം, ഇപ്പം എൻ്റെ ഉത്തരവാദിത്തമാണെങ്കിൽ എൻ്റെ അടുത്ത് ചോദ്യം വരുമ്പോൾ ഞാൻ പറയാം അത് ആള് ചെയ്യുമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ യു കോൾ ഇറ്റ് പോയിന്റിങ് ഫിംഗേഴ്സ്, അല്ലെ? നമ്മൾ ആള് ചെയ്യും എന്നാണ് പറഞ്ഞത്, അദ്ദേഹം ചെയ്യും എന്നാണ് പറഞ്ഞത് എന്നൊരു ബ്ലെയിം ഗെയിമിന്റെ ഒരു ഇതിലേക്ക് പോവാണ്. ഐ തിങ്ക് യു ഫെയിൽ ടു റിയലൈസ് ദാറ്റ് യു ആർ ദി ഓണർ ഓഫ് ഇറ്റ്. ആൻഡ് വളരെ ചുരുക്കം പേർക്ക് മാത്രമേ ആ ഒരു മെച്യൂരിറ്റി ഉള്ളൂ, വേർ നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത ടാസ്കിന്റെ പോലും ഉത്തരവാദിത്തം എടുത്ത് ശരിയാണ് നടന്നില്ല, ഐ ടേക്ക് കെയർ ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോയ ആളോട് ചോദിക്കാൻ, അല്ലാതെ ആളെ വിട്ടുകൊടുക്കാതെ ഇറ്റ്സ് മൈ ഓണർഷിപ്പ് എന്ന ധൈര്യത്തോടെ പറയുന്ന ലീഡേഴ്സ് വളരെ കുറവേ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ കണ്ടിട്ടുള്ളൂ. അജയ് അഗ്രി ചെയ്യുന്നില്ലേ അതിലേക്ക്? അതിലൊരു കാര്യമുള്ളത്, ഇപ്പോ പലപ്പോഴും നോക്കാറില്ലേ, നമ്മളൊരു ഒരു മാനേജർ ആളുടെ സബോർഡിനേറ്റിന് ഒരു ഉത്തരവാദിത്തം കൊടുത്തു, മിക്കവാറും അത് ഫെയിലായാൽ ആദ്യം ചെയ്യുന്നത് ആ സബോർഡിനേറ്റിനെ കുറ്റപ്പെടുത്തലായിരിക്കും. അല്ലെങ്കിൽ സബോർഡിനേറ്റിനെ, അല്ലെങ്കിൽ നമ്മളൊരു ഓർഗനൈസേഷനിലെ ഏതെങ്കിലും തരത്തില് കസ്റ്റമർ കെയറിലേക്കൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇടുന്നൊരു ഉത്തരവ് ഉണ്ടായിരിക്കും, ഞാൻ ഇന്നലെ ജോയിൻ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് എനിക്കറിയില്ല. അതാണ് ആദ്യത്തെ മിസ്റ്റേക്ക്. അത് ആ ഓർഗനൈസേഷന്റെ കൂടി തെറ്റാണ്. കാരണം കറക്റ്റായിട്ട് ആ എംപ്ലോയിയെ ഒരു എംപ്ലോയി ട്രെയിനിങ്ങിന് വിധേയമാക്കിയിട്ടില്ല. അപ്പൊ എംപ്ലോയിക്ക് അറിയില്ല അവിടുത്തെ സിസ്റ്റം. അത് മാത്രമല്ല ഒരിക്കലും ഇത് പറയാൻ പാടില്ല എന്ന് പോലും പറഞ്ഞു കൊടുത്തിട്ടില്ല. ആ ഓർഗനൈസേഷനെയാണ് അവർ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഞാൻ ഇന്നലെ അവിടെ ജോയിൻ ചെയ്തിട്ടുള്ളൂ, മുന്നത്തെ ആള് ചെയ്ത മിസ്റ്റേക്കാണ് എന്ന് പറയാൻ വളരെ ഈസിയാണ്. നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ്. നമ്മൾ റെസ്റ്റോറൻറ്റ് പോകുമ്പോഴും അല്ലെങ്കിൽ ഹോട്ടൽസിൽ പോകുമ്പോഴും റിസപ്ഷനിലൊക്കെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ കമ്പനികളുടെ കസ്റ്റമർ കെയറിൽ വിളിക്കുമ്പോൾ ഒക്കെ കാണുന്നതാണ്. അപ്പൊ ഈ രണ്ട് തരത്തിലുള്ള ബ്ലെയിം ഗെയിമും നല്ലതായിട്ട് തോന്നാറില്ല. അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാറില്ല. ഒരുപാട് തവണ സംഭവിച്ചിട്ടുണ്ട്. ലാക്ക് ഓഫ് എംപവർമെന്റ് ആണ്. അതായത് ഇപ്പൊ നേരത്തെ കമ്പനി ട്രെയിൻ ചെയ്തില്ല എന്ന് പറഞ്ഞതുപോലെ ലീഡർ നീഡ്സ് ടു ട്രെയിൻ ദെയർ പീപ്പിൾ ഓൾസോ ദാറ്റ് യുനോ ഒരു ടാസ്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു ഗിവ് മീ കറക്റ്റ് അപ്ഡേറ്റ്സ് ഓൺ ഇറ്റ് ആൻഡ് യു ഓൾസോ ഷുഡ് നോട്ട് ബ്ലെയിം വിതിൻ യുവർ സെൽഫ്. ഓക്കെ, വെൻ ഐ ആസ്ക് യു, ഞാൻ തന്ന ടാസ്ക് എന്തായെന്ന് പറയുമ്പോൾ അത് ആള് ചെയ്യുമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ബ്ലെയിം ഗെയിം പാടില്ല എന്നുള്ളത്. യു നീഡ് ടു എംപവർ യുവർ ടീം ടു ടേക്ക് അപ്പ് ദാറ്റ് മെച്യൂരിറ്റി എന്നുള്ളത്. ഓക്കെ, അടുത്ത ഒരു ബിഹേവിയറൽ സൈക്കോളജി. നമുക്ക് മറ്റുള്ള ആളുകളെ, നേരത്തെ പറഞ്ഞതിന്റെ ഒരു വേറെ രൂപം, എങ്ങനെ നമുക്ക് നമ്മുടെ കൂടെയുള്ള ആളുകളെ അറിയാനായിട്ട് സാധിക്കും, അല്ലെ? നമുക്ക് അവരെ ഒബ്സർവ് ചെയ്യണം. നമ്മളെ തന്നെ ഒബ്സർവ് ചെയ്യണം. പലപ്പോഴും ചില ആളുകൾക്ക് എല്ലാവരോടും പ്രശ്നമുണ്ടാവും. അതായത് അവരുടെ റിലേഷൻഷിപ്പ് മൊത്തം പ്രശ്നമാണ്. അത് പിയർ ഗ്രൂപ്പ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, പേഴ്സണൽ ലൈഫിലൊക്കെ they always blame others. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് അവരെ തന്നെ മനസ്സിലാവാത്തതിന്റെ പ്രശ്നമാണ്.
നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാവാതിരിക്കുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്നത്. ഒരാൾ വേറെ ആളെ ബ്ലെയിം ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാവാത്ത അവസ്ഥയാണത്. അപ്പോൾ ബിഹേവിയർ സൈക്കോളജി നമുക്കൊക്കെ എടുക്കാം. അതുപോലെ തന്നെ ചില പല കാര്യങ്ങളും ഇപ്പോൾ വേൾഡ് കപ്പിൽ വളരെ ഇഫക്റ്റീവായിട്ട് സഞ്ജു സാംസൺ കളിച്ചാണ്. പക്ഷെ സഞ്ജു സാംസൺ ആ കളിച്ചതിനേക്കാളും ഏറ്റവും വലിയൊരു ലീഡർഷിപ്പ് ട്രേറ്റ് കാണിച്ചത് സെമി ഫൈനലാണെന്ന് തോന്നുന്നു. ബുംറയുടെ ഒരു ഓവർ വളരെ ഇഫക്റ്റീവ് ആയിരുന്നു ഇംഗ്ലണ്ടിന്റെ അഗേൻസ്റ്റ്. ആ ഓവറിലത്തെ സഞ്ജു സാംസൺ ആണ് മാൻ ഓഫ് ദ മാച്ച്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഇതിന്റെ ശരിക്കുള്ള ക്രെഡിറ്റ്, ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് ഗോസ് ടു ബുംറ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ വിജയം നമുക്ക് വേറൊരു ആളോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന അവസ്ഥ. മനസ്സിലായോ? അവിടെ എന്താണ്ടായത്, ബുംറയുടെ മാത്രമല്ല, ഒരു 140 കോടി ഇന്ത്യക്കാരുടെ മൊത്തം ഒരു ആരാധന പാത്രമാകുകയാണ് സഞ്ജു സാംസൺ. ഒറ്റ സെന്റൻസോട് കൂടി ആ കളിയേക്കാളിലും മികച്ചതായി അദ്ദേഹത്തിന്റെ ആ ഇന്റർവ്യൂ. സത്യം. അപ്പൊ അങ്ങനെ ചില കാര്യങ്ങൾ, നമ്മുടെ വിജയത്തിന്റെ ക്രെഡിറ്റ് നാം മറ്റുള്ള ആളോട് ഷെയർ ചെയ്യുന്നത്, ആ ഷെയർ ചെയ്യുന്നത് ഫേക്ക് ആയിട്ടല്ല, അത് ഡിസർവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ടീമിനോട് ഷെയർ ചെയ്യണം. അത് വളരെ ജെനുവിൻ ആയിട്ട് ആളുകൾക്ക് തോന്നണമെങ്കിൽ അത് ജെനുവിൻ ആവുകയും വേണം, അല്ലാതെ വെറുതെ ഷെയർ ചെയ്തിട്ട് കാര്യമില്ല. അതേസമയം ഒരു ഫെയിലിയർ വരുമ്പോൾ അത് എന്റെ ഫെയിലിയർ ആണ് എന്ന് പറയാൻ ഒരു ലീഡർക്ക് സാധിക്കും വേണം. അവിടെയും നമ്മൾ പലപ്പോഴും ചെയ്യാറില്ല. അത് നമ്മളുടെ ഫെയിലിയറിന് പകരം നമ്മൾ നമ്മുടെ ടീമിനെയാണ് അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരെയാണ് കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ പാരന്റ്സിനെ കുറ്റപ്പെടുത്തും. ഞാൻ ഇങ്ങനെ ആവാൻ കാരണം എൻ്റെ പാരന്റ്സ് ആണ്, അല്ലെങ്കിൽ എൻ്റെ ടീച്ചർമാർ നന്നായിരുന്നില്ല, എൻ്റെ സ്കൂൾ നന്നായിരുന്നില്ല, എൻ്റെ ചുറ്റുപാട് നന്നായിരുന്നില്ല, എൻ്റെ ഫ്രണ്ട്സ് പോരായിരുന്നു, ഇതൊന്നുമല്ല എൻ്റെ കാരണം. അപ്പൊ ഇത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ആ നിമിഷം അതും നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാക്കും. നമ്മൾ പറയാറില്ലേ, വെൻ യു റെക്കഗ്നൈസ് ഇൻ പബ്ലിക് ആൻഡ് ക്രിട്ടിസൈസ് ഇൻ പ്രൈവറ്റ് എന്ന് പറയാറില്ലേ. നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുമ്പം ഡു ഇറ്റ് ഇൻ പബ്ലിക്, ബട്ട് വെൻ യു വോണ്ട് ടു ഗിവ് എ ഫീഡ്ബാക്ക് യു ഡു ഇറ്റ് ഇൻ പ്രൈവറ്റ് എന്ന് പറയുന്ന ഒരു മെച്യൂരിറ്റി ഉണ്ട്. പക്ഷെ പലപ്പോഴും പലരും നേരെ തിരിച്ച് ചെയ്യാറുണ്ട്. വളരെ പ്രൈവറ്റായിട്ട് വന്ന് നന്നായിരുന്നു എന്ന് പറയും, പക്ഷെ പബ്ലിക്ലി ഒരു കുറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പബ്ലിക്കായിട്ട് പറയുമ്പോൾ എന്തോ അവരെ ഹ്യൂമിലിയേറ്റ് ചെയ്യുമ്പോൾ സ്വയം എലിവേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു മിഥ്യാധാരണയിൽ പുറത്താണെന്ന് തോന്നുന്നു പലരും പറയുന്നത്. അപ്പോൾ അജയ് പറഞ്ഞ ആ ഒരു ക്ലാരിറ്റി, ആ സെൽഫ് ആയിട്ട് എന്താണ് അതിന്റെ ആക്ച്വൽ റീസൺ എന്ന് അറിയുന്ന ആ ഒരു നിമിഷം ഇറ്റ്സ് വെരി റെയർ എന്നാണ് തോന്നുന്നത്. അടുത്ത ഒരു പോയിന്റ് പറയുകയാണെങ്കിൽ പവർ ഓഫ് കോമ്പൗണ്ടിങ്. കോമ്പൗണ്ടിങ് ജീവിതത്തിലെ എല്ലാ മേഖലയിലും വേണം. അത് ക്യാരക്ടർ ആയാലും ഫിനാൻഷ്യൽ സൈഡിലായാലും. നമ്മുടെ ഒരു ഫിനാൻഷ്യൽ കോമ്പൗണ്ടിങ് പോലെ തന്നെയാണ് നമ്മുടെ ക്യാരക്ടറും. കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ കാണിക്കുന്ന ബിഹേവിയർ ആണ് എപ്പോഴും നമ്മുടെ ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെ? ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ നാം എങ്ങനെ ഒരാളോട് ഹെൽപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ ബിഹേവ് ചെയ്യുന്നു. പല ആളുകളും നോക്കിയിട്ടില്ലേ, ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, നമ്മുടെ ആളെ ഹെൽപ്പ് ചെയ്യുന്ന നമുക്കത് വലിയ കാര്യമായിട്ട് തോന്നണമെന്നില്ല, നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന മെന്റാലിറ്റി ആണെങ്കിൽ. പക്ഷെ ആ ഹെൽപ്പ് സ്വീകരിക്കുന്ന ആൾക്ക് വളരെ ചെറിയ കാര്യമായിരിക്കാം, ചിലപ്പോൾ ഒരു ഫോൺ കോളേ നമ്മൾ നടത്തിയിട്ടുണ്ടാവുള്ളൂ, ആ ആളത് എന്നും ഓർമ്മിച്ചു വയ്ക്കും. പിന്നീട് വേറൊരാളോട് പറയുമ്പോഴോ അല്ലെങ്കിൽ നമ്മളോട് തന്നെ പറയുമ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാവുന്നത്. നമ്മുടെ ക്യാരക്ടർ അങ്ങനെയാണ്. മറ്റുള്ള ആളുകൾ നമ്മുടെ ബിഹേവിയറിനെ നോക്കി കാണുന്നുണ്ട്, ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ബിഹേവിയർ അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടർ ഡിഫൈൻ ചെയ്യപ്പെടുന്നത് മറ്റുള്ളവരുടെ അടുത്ത്. അപ്പൊ അതുകൊണ്ടാണ് നാം എങ്ങനെയാണ് നന്നായി ബിഹേവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആളുകളോട് എങ്ങനെ പെരുമാറണം, അതും ഞാൻ മറ്റുള്ളവരുടെ മുന്നില് നന്മമരമാവാൻ വേണ്ടി മാത്രമല്ല, അത് വളരെ പെട്ടെന്ന് പിടികിട്ടും ആളുകൾക്ക്. അപ്പോൾ അങ്ങനെയല്ല, കൺസിസ്റ്റന്റ് ആയിട്ട് ആ ബിഹേവിയർ പാറ്റേൺ കാണിച്ചാൽ മാത്രമേ നമ്മുടെ ക്യാരക്ടറിനെ കോമ്പൗണ്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെയാണ് ഫിനാൻഷ്യൽ കോമ്പൗണ്ടിങ്. വളരെ ചെറിയ രീതിയിലുള്ള സേവിങ്ങുകൾ, വളരെ ചെറിയ രീതിയിലുള്ള കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അത് സ്കിൽസ് ആവാം. ഒരു ദിവസം ഒരു 1% ബെറ്റർമെന്റ്. ഓരോ ദിവസം നമ്മുടെ ജീവിതത്തിൽ 8 മണിക്കൂർ നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ആ 1% സമയമെങ്കിലും പ്രൊഡക്റ്റീവായിട്ടൊരു കാര്യത്തിന് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കിൽ സെറ്റ് അക്വയർ ചെയ്യാനായിട്ട് മാറ്റിവെക്കണം. അത് ഓരോ ദിവസവും അതിനു വേണ്ടി ശ്രമിച്ചാൽ അത് വല്ലാത്ത വ്യത്യാസമാണ് നമ്മുടെ ജീവിതത്തിലെ ഒരു വർഷം കൊണ്ട് തന്നെ ഉണ്ടാക്കുക. അച്ഛാ, എനിക്ക് തോന്നുന്നു ഇത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്, പക്ഷെ എല്ലാവരും പറയുന്ന എക്സ്ക്യൂസ് ആണ് സമയമില്ല. അപ്പൊ അത് എന്തായിരിക്കും? അതെനിക്ക് തോന്നുന്ന ഒരു പ്രയോറിറ്റൈസേഷന്റെ പ്രശ്നമാണോ? കാരണം ഞാൻ പൊതുവെ ടൈം മാനേജ്മെന്റ് ചെയ്തു വരുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ പലരോടും പറയുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ ദിവസവും രാവിലെ നമ്മൾ ഒരു ബ്ലാങ്ക് പേപ്പർ എടുത്തിട്ട് അതിന്റെ മുകളിലത്തെ വശത്ത് ഒരു ക്രോസ് വരയ്ക്കുക. ഐസൻഹോവർ മെട്രിക്സ് ആണ്, പക്ഷെ നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയ വാക്കുകൾ പറയുന്നത് ഒരു ക്രോസ് ചെയ്യുക. ആ ക്രോസിന്റെ ആദ്യത്തെ ക്വാഡ്രന്റിലുള്ളത് എന്ത് വന്നാലും ഇന്ന് ചെയ്തിരിക്കും.
ഏറ്റവും ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്വാഡ്രന്റിൽ വരുന്നത് എന്ത് വന്നാലും ചെയ്യാതിരിക്കുക. ഫോർ എക്സാമ്പിൾ ഡൂം സ്ക്രോളിംഗ് ഇൻസ്റ്റഗ്രാം, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഫോൺ കോൾസ്. ചില വ്യക്തികൾ നമ്മളെ വിളിച്ചാൽ നമ്മുടെ അന്നത്തെ ദിവസം പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ വ്യക്തിയുടെ പേര് ആ 4ാമത്തെ ക്വാഡ്രന്റിൽ എഴുതി വെക്കുക. ആ കോൾ വന്നാൽ ഞാൻ എന്ത് വന്നാലും എടുക്കില്ല. അതേസമയം ആദ്യത്തെ ക്വാഡ്രന്റിൽ നമ്മൾ ഇപ്പം അജയ് പറഞ്ഞ അപ്ഗ്രേഡിങ് ദി സ്കിൽ എന്നുള്ളത് എന്നും ആ ആദ്യത്തെ ക്വാഡ്രന്റിൽ ഇട്ടാൽ ആ ഒരു ക്വാഡ്രന്റിലുള്ള കാര്യങ്ങൾ അന്ന് ചെയ്ത് തീർക്കുക എന്ന് പറയുന്ന ഒരു കാര്യം പലപ്പോഴും ഞാൻ കോച്ചിങ് സെഷൻസിലൊക്കെ പറയാറുള്ള കാര്യമാണ്. ഈ ക്രോസ് ഒരു സിമ്പിൾ ക്രോസ് ആണ്. അത് ഫസ്റ്റ് ക്വാഡ്രന്റ് യു ഡു, ദ ഡയഗണലി ഓപ്പോസിറ്റ് യു നെവർ ഡു എന്ന് പറയുന്ന ഒരു കാര്യം. ബട്ട് വൈ ഇസ് ഇറ്റ് ദാറ്റ് ഈവൻ ആഫ്റ്റർ ഓൾ ദിസ് പീപ്പിൾ ഡോണ്ട് ഫൈൻഡ് ടൈം ടു ഡു ഇറ്റ്? അവരുടെ സ്വന്തം സ്കില്ലല്ലേ, എന്നിട്ട് പോലും അതിനവർക്ക് സമയം കണ്ടെത്താൻ കഴിയാത്ത എന്തുകൊണ്ടായിരിക്കും? അതിന് ഷേക്സ്പിയറുടെ തന്നെ ഒരു പ്രശസ്തമായ ബ്രൂട്ടലാണ് ഒരു കോട്ട്. എന്താ, എനിക്ക് സീസറിനെ കൊല്ലുന്ന സമയത്ത് പറയുന്നതാണ്, എനിക്ക് സീസറിനോടുള്ള ഇഷ്ടം കുറഞ്ഞിട്ടല്ല, പക്ഷെ എൻ്റെ റോമിനോടുള്ള ഇഷ്ടം വളരെ അധികമാണ്. റോമിന് വേണ്ടിയാണ് സീസറിനെ കൊല്ലുന്നത്, അല്ലേ? അപ്പോൾ ഷേക്സ്പിയർ പല സന്ദർഭങ്ങളിലും പല ഡ്രാമകളിലും അങ്ങനെ നമുക്ക് ജീവിതത്തിൽ അഡോപ്റ്റ് ചെയ്യാവുന്ന പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രയോറിറ്റി നമ്മൾക്ക് തന്നെ മനസ്സിലാവണം. അതിന് നമ്മൾ കൊടുക്കുന്ന എക്സ്ക്യൂസുകളാണ് നേരത്തെ പറഞ്ഞ പോയിന്റുകളിൽ പലതും. അപ്പോൾ എക്സ്ക്യൂസുകൾ കൊടുക്കാതെ നമ്മുടെ എന്താണ് നമ്മുടെ പ്രയോറിറ്റി, ആ പ്രയോറിറ്റി അനുസരിച്ച് നമ്മുടെ ജീവിതത്തിനെ മുന്നോട്ട് പോകാൻ നമ്മൾ തന്നെ ശ്രമിക്കണം. അതിനുവേണ്ടി വേറെ ആരും പണിപ്പെടുന്നോ ശ്രമിക്കുന്നോ തോന്നില്ല. അപ്പോൾ ആ സമയത്താണ് നമ്മൾ വേറെ ആളെ കുറ്റപ്പെടുന്നത്, നമ്മുടെ ഫ്രണ്ടിനെ കുറ്റപ്പെടുന്നു, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിനെ കുറ്റപ്പെടുന്നു. പക്ഷെ അതേസമയം ഇൻസ്റ്റാഗ്രാം ആയാലും യൂട്യൂബ് ആയാലും അതിനെ ഫലപ്രദമായിട്ടും ഉപയോഗിക്കാമല്ലോ. നല്ല പോഡ്കാസ്റ്റുകൾ വേണമെങ്കിൽ കേൾക്കാം, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളെ പോയി പഠിക്കാം. ഇപ്പൊ പുസ്തകങ്ങൾ പോലും ചിലപ്പോൾ വായിക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടാവും. ഒരു പുസ്തകം വായിക്കാൻ ക്ഷമയില്ലാത്തവർക്ക് ആ പുസ്തകത്തിന്റെ തന്നെ ഒരു പോഡ്കാസ്റ്റ് കേൾക്കാം. അങ്ങനെ വളരെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ഓരോ കാര്യങ്ങളെയും ഓരോ ടൂൾസിനും, ഇതെല്ലാം ഓരോ ടൂൾസാണ്, അറിവുണ്ടാക്കാനുള്ള ഓരോ ഉപാധികളാണ്, വിനോദം മാത്രമല്ല. അപ്പൊ അതിനെ വിനോദത്തിന് വേണ്ടി ഉപയോഗിക്കണോ അറിവിന് വേണ്ടി ഉപയോഗിക്കണോ എന്നുള്ളതാണ് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ക്ലാരിറ്റി ഓഫ് തോട്ട്സ്, അതേപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ്. ഈ 2 കാര്യങ്ങളും നമ്മൾ ഓരോ സമയത്ത് എടുക്കുന്ന ഡിസിഷൻസ് നമ്മളെ എത്രത്തോളം, ഈ മാർക്കറ്റ് ആയാലും നമ്മുടെ ഹ്യൂമൻ ബീങ്സ് ആയാലും നമ്മൾ ആരും റാഷണൽ അല്ല. പലപ്പോഴും നമ്മുടെ ചിന്തകളോ ഡിസിഷൻസോ ഒക്കെ നമ്മുടെ ഇമോഷൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അത് പഠിത്തമുള്ളവരായാലും ഇല്ലാത്തവരായാലും നമ്മൾ ഹ്യൂമൻ ബീങ്സിന്റെ ഒരു ജനറൽ ടെൻഡൻസിയാണത്. അപ്പോൾ അത് നമുക്ക് അതിനെപ്പറ്റി ബോധ്യം ഉണ്ടാവണം. ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ബേസിക് നേച്ചർ നമ്മളെല്ലാവരുടെയും. പക്ഷെ എങ്ങനെ വളരെ ലോജിക്കലായിട്ടുള്ള ക്ലാരിറ്റിയോട് കൂടിയുള്ള ഡിസിഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും എന്ന് നമ്മൾ ആലോചിക്കണം. ഓരോ ഡിസിഷനും എടുക്കുന്നതിന് മുന്നും അതിനുശേഷവും നമുക്ക് അതിനെ അനലൈസ് ചെയ്യാനും സാധിക്കും. പല ഡിസിഷനും അതിൽ തെറ്റായിട്ട് വരാം, പക്ഷെ കോറായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് നമുക്ക് റൈറ്റ് ആവാനായിട്ട് സാധിക്കണം. അതിന് ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ 80കളിലെ മാരുതി കാർ എല്ലാ ഇന്ത്യക്കാരൻ്റെ സ്വപ്നമായിരുന്നു. അതിന് $5,000 ആയിരുന്നു അന്നത്തെ വില. ഓക്കെ, $5,000 1,00,000 തോന്നുന്നു അന്നത്തെ. പക്ഷേ 2000-ലെത്തിയപ്പോഴും മാരുതി കാറിന്റെ ഡോളറിലുള്ള വില മാറിയിട്ടില്ല. മനസ്സിലാവുണ്ടോ? അതേസമയം അതിന്റെ റുപ്പിയിലുള്ള വില വല്ലാതെ കയറിപ്പോയി. ചില എക്സ്ചേഞ്ച് റേറ്റിൽ വ്യത്യാസം വന്നു. പക്ഷെ നമ്മളെല്ലാവർക്കും അറിയാം റുപ്പി വീക്കാവുന്നത്, ഡോളർ സ്ട്രോങ്ങർ ആയി വരിക എന്ന് പറയാം. പക്ഷെ നമ്മൾ പലപ്പോഴും ഇതെല്ലാം അറിഞ്ഞുകൊണ്ടും ഇമോഷണലി എടുക്കുന്ന ഡിസിഷൻ നമ്മൾ നമ്മുടെ രാജ്യത്തിലെ നമ്മുടെ കറൻസി എടുത്തു. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ 2004 കേരളത്തിലെ മിക്കവാറും എല്ലാ സ്ഥലത്തും ഒരു വീട് വാങ്ങിച്ചു അല്ലെങ്കിൽ സ്ഥലം വാങ്ങിച്ചു വയ്ക്കും. ഒരു 10-25 ലക്ഷം രൂപ കൊടുത്ത് നമ്മളൊരു റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു. 20 വർഷങ്ങൾക്ക് ശേഷം നമ്മളത് മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിലോ ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് ആ 25 ലക്ഷം രൂപ എത്ര രൂപയാവുമായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? ഒരു ആഫ്റ്റർ 20 years ദീപയ്ക്ക് അതായത് മിനിമം അതൊരു 7 to 8 crores വരെ ആവുമായിരുന്നു. പക്ഷെ അതേ കാര്യം ഒരു ലാൻഡിലോ റിയൽ എസ്റ്റേറ്റ് ഒരു വീട്ടിലോ ഇൻവെസ്റ്റ് ചെയ്താൽ എന്തുണ്ടാവും നമുക്ക് ആലോചിക്കാവുന്നതാണ്. അപ്പോൾ 1 കോടിയായും 1.5 കോടിയായും 2 കോടിയാവും. അപ്പൊ അതാണ് വ്യത്യാസം. പക്ഷെ നമുക്ക് ആദ്യത്തെ നമ്മളുടെ ഡിസിഷൻ എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്? ഇമോഷൻസ് ആണ്. എനിക്കൊരു വീട് വേണം, നമുക്ക് വാടക വീട്ടിൽ താമസിക്കാനുള്ളത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. നമ്മളെല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്കാണത്. നമ്മൾ ആദ്യം ചെയ്യുന്നത്
ഒരു വീടാണ്. ഇതൊക്കെ നമുക്ക് അറിയാത്ത കാര്യമാണോ? അല്ല. പക്ഷെ നമ്മൾ വീണ്ടും വീട്ടിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ കുറച്ച് തെറ്റുകൾ, കുറെ കാര്യങ്ങൾ ഇമോഷണലി ഡിസൈഡ് ചെയ്തുകൊണ്ട് തെറ്റല്ല, കാരണം അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് പോയില്ല. ഞാൻ എല്ലാ കാര്യങ്ങളെയും ഇമോഷണലി ഡിസൈഡ് ചെയ്യരുതെന്നല്ല പറയുന്നത്. പക്ഷെ നമ്മുടെ കോർ ആയിട്ടുള്ള ഡിസിഷൻസ് നമ്മളെ ലൈഫിൽ പിന്നീട് വളരെ മോശമായ രീതിയിൽ 25 ലക്ഷം രൂപ നമ്മുടെ കയ്യിലുള്ള പൈസ ലോൺ എടുക്കാതെ ചെയ്യുന്ന ഒരാൾക്ക് അത് വിരോധമില്ല. 25 ലക്ഷം രൂപ വലിയ പലിശയോ ലോണൊക്കെ ചേർത്തെടുത്ത ഒരാൾക്ക് അത് വളരെ മോശമായിട്ട് സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ചില വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് ചെയ്താൽ അത് നന്നായിരിക്കും. ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ചുള്ള സെഷൻസ് ഒക്കെ എടുക്കുമ്പോൾ പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ഡിസിഷൻസ് എടുക്കുമ്പോൾ ഷുഡ് ബി നോട്ട് കൺസൾട്ട് അതേഴ്സ് ഫോർ ഡിസിഷൻ മേക്കിങ്ങിന്റെ സ്റ്റെപ്സ്. പണ്ട് MBA കാലഘട്ടം തൊട്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഡിസിഷൻ മേക്കിങ്ങിന്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഉണ്ട്. അതിൽ വൺ ഓഫ് ദി സ്റ്റെപ്സ് ഇസ് സീക്ക് ഇൻഫർമേഷൻ, റീച്ച് ഔട്ട് ടു പീപ്പിൾ എന്ന് പറയുന്നത്. ഇത് എന്നൊരു ഡബിൾ സൈഡഡ് സ്വാർഡ് അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലരുടെ ഒപ്പീനിയൻ, ഇത് പേഴ്സണൽ ലൈഫിൽ ഞാൻ തന്നെ അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഒരു ക്രൈസിസ് എൻ്റെ പേഴ്സണൽ ലൈഫിൽ വന്നപ്പോൾ ഐ വാസ് ലെഫ്റ്റ് അലോൺ ആൻഡ് ഐ ഡിഡ്ന്റ് നോ വാട്ട് ഡിസിഷൻ ടു മേക്ക് ആൻഡ് ഐ ഹാഡ് 1000 advices coming in from different places and that made the process complicated for me. എനിക്ക് ഒരുപാട് പേര് നല്ല ഉദ്ദേശത്തോടെ ഉപദേശങ്ങൾ തരുന്നുണ്ട്, പക്ഷെ ഇതിൽ നിന്നും എങ്ങനെ ഒരു ഡിസിഷനിലേക്ക് എന്താ പറയുക അറൈവ് ചെയ്യും, സീറോ ഇൻ ചെയ്യും എന്നുള്ളത് ഒരു നമ്മുടെ തന്നെ ഉത്തരവാദിത്വമാണ്. കാരണം ഫൈനലി നമുക്ക് തെറ്റിപ്പോയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ബ്ലെയിം ഗെയിം, അതിലേക്ക് പോകാനും പാടില്ല. അജയ് പറഞ്ഞിട്ടാണ് ഞാൻ ഈ തീരുമാനം എടുത്തത് എന്ന് നമുക്ക് പറയാനും പാടില്ല. അല്ലെങ്കിൽ എൻ്റെ പലരും പറയാറില്ല, എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞ ആളെയാണ് ഞാൻ കല്യാണം കഴിച്ചത്, അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അങ്ങനെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ബ്ലെയിം ഗെയിം. ബട്ട് ഡിസിഷൻ ഇസ് വെരി മച്ച് കണക്റ്റഡ് ടു ഓണർഷിപ്പ് ഓൾസോ. യു ടേക്ക് എ ഡിസിഷൻ, യു ഓൺ ഇറ്റ് എന്നുള്ളത്. പക്ഷേ ഈ പല അഭിപ്രായങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്യുന്ന ആ ഒരു മെക്കാനിസത്തിനെ കുറിച്ചുള്ള ഒരു പെർസ്പെക്റ്റീവും കൂടെ അത് ഷെയർ ചെയ്യാം. അപ്പൊ അതിലെ ഒരു കാര്യമുള്ളത്, എൻ്റെ ഓൺ എക്സ്പീരിയൻസ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ആ ലോകത്തിലെ ആരും നമ്മളൊക്കെ സൊല്യൂഷൻ കൊടുക്കാനും ഡിസിഷൻസ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഡിസിഷൻ എടുക്കാനും വളരെ മിടുക്കന്മാരാണ്. മനസ്സിലായോ? സൊല്യൂഷൻ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ആവശ്യമില്ലാത്ത സമയത്ത് ഡിസിഷൻ എടുക്കണ്ട. അത് ഡിസിഷൻ എടുക്കാൻ ആരെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ടേക്ക് നോ ഡിസിഷൻ ഓർ നോ ഒപ്പീനിയൻ. നമുക്ക് പറ്റാത്തത് അത് ഒപ്പീനിയൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഒപ്പീനിയൻ ചോദിക്കാൻ വരുന്ന ആളുകൾക്ക് നിവൃത്തിയില്ല, പക്ഷെ കൊടുക്കുന്ന ആളുകൾക്ക് ആലോചിക്കാമല്ലോ. അതൊരു കാര്യം. പിന്നെ നമ്മളൊരു ആളോട് ഒപ്പീനിയൻ ചോദിക്കാൻ പോകുമ്പോൾ സീക്ക് ഒപ്പീനിയൻ ഫ്രം ഹും, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സഞ്ജു സാംസന്റെ എക്സാമ്പിൾ നമുക്ക് ഏറ്റവും റെലവെന്റ് ആയി നിൽക്കുന്ന, സക്സസ്ഫുൾ ആയി നിൽക്കുന്ന ഒരു ഇന്ത്യൻ എന്നുള്ള നിലയ്ക്ക്, പ്രത്യേകിച്ച് നമുക്കൊക്കെ അഭിമാനം തോന്നാവുന്ന മലയാളി എന്ന നിലയ്ക്ക് നമുക്ക് സഞ്ജുവിന്റെ ഒരു എക്സാമ്പിൾ. സഞ്ജു സാംസൺ 10 വർഷം മുമ്പ് ചോദിച്ചപ്പോൾ ക്ലാരിറ്റി ഓഫ് തോട്ട്സ്, ഞാൻ നേരത്തെ പറഞ്ഞ ക്ലാരിറ്റി ഓഫ് തോട്ട്സും ആൾക്ക് എന്താവണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താവണം എന്ന് ചോദിച്ചപ്പോൾ 10 വർഷം മുമ്പ് പറഞ്ഞത് സക്സസ്ഫുൾ ആവുക എന്നുള്ളത് വെറുതെ അല്ല. ആള് പറഞ്ഞത് എനിക്ക് ഇന്ത്യൻ ടീമിൽ ഏറ്റവും ഫലപ്രദമായിട്ട് കളിക്കാൻ പറ്റാവുന്ന ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള പ്ലെയർ ആവണമെന്നാണ് പറഞ്ഞത്. അല്ലാണ്ട് ഇത്ര സെഞ്ചുറി വേണമെന്നോ ഒന്നുമല്ല. അതായിരുന്നു ആളുടെ ആഗ്രഹം. പക്ഷെ ആ ആഗ്രഹത്തിന് മാത്രം നിന്നില്ല, നമ്മൾ ആരും വിശ്വസിച്ചു പോലും ഇല്ല. 10 വർഷം അങ്ങനെ കടന്നു പോയപ്പോഴും സഞ്ജു സാംസൺ ഒന്നും അല്ലാതെ ആവാതെ പോകുമായിരുന്നു. പക്ഷെ സഞ്ജു സാംസൺ എന്താ, ആ ഒരൊറ്റ ക്ലാരിറ്റിയോടുകൂടി ഓരോ ദിവസവും അതിനു വേണ്ടി മാത്രം വർക്ക് ചെയ്തു. ആൻഡ് മേ ബി ഈ 3 കളികൾ കളിക്കാൻ വേണ്ടി മാത്രം പ്രകൃതി ഒരുക്കി കൊടുത്ത പോലെ ആ കളികളിൽ എത്തിയപ്പോഴാണ് നമ്മളെ ഏറ്റവും ഇഫക്റ്റീവായ സഞ്ജു സാംസനെ കണ്ടത്. അപ്പൊ സഞ്ജു സാംസൺ തന്നെ പറഞ്ഞിട്ടുണ്ട്, പല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സമയങ്ങളിലും അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സമയത്തും ആളുടെ ബാറ്റിംഗ് സ്റ്റൈലിനെ പറ്റിയൊക്കെ ഉള്ള സംശയങ്ങൾ ആള് ചോദിക്കാറുള്ള ഒരാളെ പറ്റി പറഞ്ഞു, സച്ചിൻ ടെണ്ടുൽക്കർ. അപ്പൊ നമ്മള് ലോകത്തിൽ എവിടെയും ഒരു രാജ്യവും സഞ്ചരിക്കാത്ത ഒരാളോട് ഞാൻ ലണ്ടനിൽ പോയി പഠിക്കട്ടെ എന്ന് ചോദിക്കാൻ നമ്മൾ പോകുന്നിടത്താണ് നമ്മുടെ വിഡ്ഢിത്തം. ചോദിക്കുന്ന ആളാണ് അവിടെ വിഡ്ഢിയായി മാറുന്നത്, ഉത്തരം നൽകുന്ന ആളല്ല. അപ്പോൾ നമ്മൾ ആരോട് ഒപ്പീനിയൻ എടുക്കണം? നമ്മളൊരു ഒപ്പീനിയൻ എടുക്കുന്നുണ്ടെങ്കിൽ അതിലത്തെ ഒരു എക്സ്പേർട്ടിന്റെ അടുത്താണ്. ആ എക്സ്പേർട്ട് പറയുന്ന ഒപ്പീനിയനിൽ കുറെ കാര്യങ്ങൾ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് വേണ്ടത്. ഇപ്പൊ സച്ചിൻ ടെണ്ടുൽക്കർ പറയുന്ന അഡ്വൈസ് ക്രിക്കറ്റിൽ ആർക്കും സ്വീകരിക്കാം, കാരണം ജീവിതത്തിൽ തെളിയിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെ ഒരാളുടെ നിന്ന് വേണം നമുക്ക് നമ്മുടെ ഒപ്പീനിയൻ എടുക്കാനായിട്ട്. അവിടെ നമ്മൾ സ്മാർട്ട് ആയിരിക്കണം. അതെ, അതുപോലെ ഒപ്പീനിയൻ കൊടുക്കാൻ നമുക്ക് പറ്റാത്ത കാര്യത്തിലാണെങ്കിൽ, ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത കാര്യത്തിലാണെങ്കിൽ എടുക്കണ്ട. അതാണ് ഡിസിഷൻ എടുക്കേണ്ട ആളുകൾ ചെയ്യേണ്ടത്. മനസ്സിലായി. അജയുടെ ലൈഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് എൻ്റെ ഒരു ക്യൂരിയസ് ആയൊരു ഡൗട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ
ദ വേ എനിക്ക് ആദ്യം അജയ് പരിചയപ്പെട്ടപ്പോൾ എമർകോം CEO ആയിട്ടാണ് ഞാൻ പരിചയപ്പെട്ടത്. പിന്നീട് യു വർ അൺഫോൾഡിങ് യുവർ സെൽഫ്. ഇറ്റ്സ് ലൈക്ക് എ ബുക്ക് വെയർ എവറി പേജ് റിവീൽസ് സംതിങ് ന്യൂ. ആ രീതിയിലായിരുന്നു. ഐ നോ ലൈക്ക് യു ആർ എൻ ആർഡന്റ് ആർട്ട് ലവർ, ഗ്രേറ്റ് സ്പീക്കർ, ആൻഡ് യുനോ ഒരുപാട് പ്രമുഖമായിട്ടുള്ള മാധ്യമങ്ങളിൽ യു ബീൻ റിപ്പോർട്ടഡ്, യു ബീൻ കോട്ടഡ്, ആൻഡ് books എഴുതിയിരിക്കുന്നത്. Business Geeta is one of the best books that we've come across in terms of business. Success 369 is another one. Of course, Ajayodopam Thanne Praveen is also, both of you have co-authored it. Sarvamaya സിനിമയുടെ പ്രൊഡ്യൂസർ. സോ ഇത്രയും ഡിഫറെന്റ് ഫേസസ് ഉണ്ട്. ഐ വിൽ കം ടു സർവമായ. എനിക്കൊന്ന് കണ്ടുകൊണ്ടിരിക്കുന്നവരെ എന്നെ കൊല്ലും സർവമയെ കുറിച്ച് ചോദിക്കുന്നില്ല എന്നുള്ളത്. ഐ വിൽ കം ടു ദാറ്റ്. ബട്ട് വാട്ട് ഐ വോണ്ട് ടു നോ ഇസ്, ഈ എമർകോം COO എന്ന് പറയുന്നത്, was it like ഒരു എന്താ പറയാ, നമുക്കൊരു സ്റ്റേബിൾ ജോബ്, ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി? കാരണം ആൻഡ് ഐ ഓൾസോ നോ ദാറ്റ് യു ഹാവ് എ ഗ്രേറ്റ് പാഷൻ ഫോർ ക്രിക്കറ്റ് ആസ് വെൽ. അപ്പം ഈ പാഷൻ, ആർട്ടിനോടുള്ള പാഷൻ, എഴുത്തിനോടുള്ള പാഷൻ, സിനിമയോടുള്ള പാഷൻ, ഇതെല്ലാം മുൻപോട്ട് പുഷ് ചെയ്യാൻ you need ample finances. So let me get my finances straight. And ഞാൻ ഒന്ന് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവട്ടെ, എന്നിട്ട് I am going to take my passion forward എന്നൊരു പ്ലാനിലാണോ ഇത് സംഭവിച്ചത്? ആൻഡ് ഇസ് ദാറ്റ് എ മോഡൽ യു വോണ്ട് ദി നെക്സ്റ്റ് ജനറേഷൻ ടു ഫോളോ എന്നുള്ളതാണോ? അതോ ഇത് ആക്സിഡന്റൽ ആയിരുന്നോ? ലൈക്ക് എല്ലാവരും പറയുന്നത് പോലെ പഠിക്കുക, പഠിച്ചതിന് ശേഷം ഒരു ജോലി കിട്ടുക, ഗൾഫിൽ ഒരു ജോലി കിട്ടുക, അങ്ങനെ ഗൾഫിലേക്ക് വന്ന് ജോലി കിട്ടിയ നിരവധി മലയാളികളിൽ ഒരാളായിരുന്നോ? ആൻഡ് ദെൻ അതിനുശേഷം ബിക്കോസ് ബൈ ഗോഡ്സ് ഗ്രേസ് യു ഹാവ് ദ ഫിനാൻസസ് ആൻഡ് ദി വെൽത്ത് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്, യു ഡിസൈഡഡ് ഓക്കെ എന്നാൽ പിന്നെ മറന്നു കിടന്ന കാര്യങ്ങളെ ഒന്ന് പൊടി തട്ടിയെടുക്കാം എന്നുള്ളൊരു പ്ലാൻഡ്, ഒരു ആക്സിഡന്റൽ കാര്യമായിരുന്നു അത്? വാസ് ഇറ്റ് പ്ലാൻഡ്? ആൻഡ് ഇസ് ഇറ്റ് എ മോഡൽ യു വാണ്ട് അതേഴ്സ് ടു റെപ്ലിക്കേറ്റ്? When passion meets purpose, success becomes real എന്ന് പറയും, ആൻഡ് ഇന്നെവിറ്റബിൾ. മനസ്സിലാവും? അപ്പോൾ ഇപ്പം എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യത്തെ 30 വർഷം എടുത്താൽ ദീപ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. അങ്ങനെ പ്രത്യേകിച്ച് ദിശയില്ലാത്ത ഒരു കപ്പൽ പോയിക്കൊണ്ടിരിക്കുന്ന പോലെ മറ്റുള്ളവരെങ്ങനെയാണോ പറയുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റ് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതനുസരിച്ച് ഞാനും ബിഹേവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയ ഒരാളാണ് ഞാൻ. പക്ഷെ ജീവിതത്തിന്റെ ഒരു രണ്ടാം ഭാഗം 30കൾക്ക് ശേഷമുള്ള ഒരു സമയം, ആ സമയത്ത് ആദ്യം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും പ്രത്യേകിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വിവാഹിതനാണോ അല്ലയോ, ഫാമിലി ഉണ്ടോ അല്ലയോ, അതൊന്നുമല്ല. ഒരു നമുക്ക് സൊസൈറ്റിയിൽ ഇന്നത്തെ കാലത്ത് ഒരു ബഹുമാനം, ഒരു സ്റ്റേറ്റസ് ഒക്കെ കിട്ടണമെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ പവർ ആയാലും വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണ് അതിന്റെ ബേസ്. പക്ഷെ നമ്മൾ കിട്ടുന്ന ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമ്മൾ എങ്ങനെ വൈസറായിട്ട് ഉപയോഗിക്കുന്നു എന്നിടത്താണ് നമ്മുടെ ഓരോരുത്തരുടെയും വ്യത്യാസം. അതല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള ധാരാളം ആളുകളുണ്ട്, പക്ഷെ അവരെല്ലാവരും സക്സസ്ഫുൾ ആയെന്ന് അവർക്ക് തോന്നുന്നില്ല. പിന്നീട് അവർക്ക് ജീവിതത്തിൽ അത് ചെയ്യാമായിരുന്നു, ഇത് ചെയ്യാമായിരുന്നു എന്നുണ്ട്. അതെന്റെ ഒരു 30കളിലൊക്കെ ഞാൻ തന്നെ എടുത്ത ഒരു തീരുമാനമാണ്. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും കൂടി ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മുടെ സക്സസ് 369 എന്നുള്ള പുസ്തകത്തിൽ നമ്മൾ ഇത് പറയുന്നുണ്ട്, നമ്മുടെ ട്രെയിനിങ്ങുകളിൽ ഇത് പറയുന്നുണ്ട് അല്ലെ. ഇഷ്ടമുള്ള കാര്യം അതൊരു ഹോബിയാണോ, അത് ഒരു മണി മേക്കിംഗ് ഉപാധിയാണോ എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യണം. അത് ഒരു രാത്രി കൊണ്ട് നമ്മുടെ ഹോബിയെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റുകളെ മുഴുവൻ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കില്ല. ചിലപ്പോൾ നമുക്ക് പാഷൻ ആർട്ടിലായിരിക്കാം, പക്ഷെ ആ ആർട്ട് ആസ് എൻ ആർട്ട് കണോസിയർ അല്ലെങ്കിൽ ഒരു ഓർഗനൈസർ എന്നുള്ള രീതിയിൽ എനിക്ക് എങ്ങനെ സാമ്പത്തികമായിട്ട് നിലനിൽക്കാൻ പറ്റും എന്നറിയില്ല. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് ചെയ്യാൻ ഏറ്റവും നമുക്ക് കഴിവുള്ള മേഖലയിൽ നിന്ന് നമുക്ക് നമ്മുടെ ഫിനാൻസ് സ്വരൂപിക്കാം. അതായിരുന്നു എൻ്റെ ജോലി. അതിന് എനിക്ക് പറ്റിയൊരു എൻവയോൺമെന്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. എൻ്റെ ഓർഗനൈസേഷനിൽ എനിക്കുണ്ടായ കോർ ടീം ഉണ്ടായി. അപ്പോൾ അവിടെ ആണ് എൻ്റെ മേഖല, ശരിയായ മേഖല. ഒരു ദിവസം പോലും എമിർകോമിൽ പോവാതെയോ എമിർകോമിനെ പറ്റി ആലോചിക്കാതെയോ എനിക്ക് ഒരു ജീവിതം ഇപ്പോഴും ഇല്ല. മനസ്സിലാവും? അത് എൻ്റെ എന്താ പറയണ്ടേ, എൻ്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. പക്ഷെ അതേസമയം എൻ്റെ മറ്റുള്ള ഇൻട്രസ്റ്റുകളുണ്ട്, ഞാൻ പാഷനേറ്റ് ആയിട്ടുള്ള മറ്റ് മേഖലകളുണ്ട്. അപ്പോൾ ആ മേഖലകളിൽ ഞാൻ വളരെ സെൽഫ്ലെസ് ആയിട്ട്, എന്തുകൊണ്ടാണ് എനിക്ക് സെൽഫ്ലെസ് ആയി ചെയ്യാൻ പറ്റുന്നത്? ഞാൻ അവിടെ വിക്ടിമല്ല, കാരണം ഐ എം മേക്കിംഗ് മണി സംവെയർ എൽസ്. ഞാനിവിടെ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, എൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ആർട്ട് ആൻഡ് കൾച്ചർ മേഖലയിലോ അല്ലെങ്കിൽ ലിറ്ററേച്ചറിലോ ഒക്കെ ഉള്ളത്. അപ്പോൾ എൻ്റെ അറിവ്, എനിക്ക് ഇതുവരെയുള്ള എക്സ്പീരിയൻസുകൾ എങ്ങനെ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാവാം
എന്നുള്ളതിന്റെ ഫലമാണ് പുസ്തകങ്ങൾ. അപ്പൊ അതിന് പറ്റിയ റൈറ്റ് ടൈം എപ്പോഴായിരുന്നു? കോവിഡ് വന്ന സമയത്ത് നമുക്കൊക്കെ സമയം, എല്ലാവർക്കും സമയം കിട്ടി. പലരും പല വിധത്തിലാണ് അതിനെ ഉപയോഗിച്ചത്. ഞാൻ അതിനെ ഒരു പ്രൊഡക്റ്റീവ് വേയിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പൊ കോവിഡ് വരെയും ഈ എൻ്റെ കഴിവുകളോ എൻ്റെ മേഖലകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് വിസിബിൾ ആയിരുന്നില്ല. നേരത്തെ പറഞ്ഞ വിസിബിലിറ്റി അതിന് വന്നിരുന്നില്ല. അപ്പൊ ആ വിസിബിലിറ്റി വരാനും ഒരു സമയമുണ്ട്. അപ്പൊ ആ സമയം ചിലപ്പോൾ ഒരു പാൻഡമിക് വന്നപ്പോഴാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ ലോകത്തിൽ മുഴുവൻ ഉണ്ടായ ഒരു അനിശ്ചിതത്വം അത് എൻ്റെ ജീവിതത്തിൽ എന്താ പറയുക, സക്സസിലേക്കുള്ള ഒരു പുതിയ വാതിലാണ് തുറന്നത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഓരോ സിറ്റുവേഷനെയും എങ്ങനെ കാണുന്നുള്ളതാണ്. ഞാൻ അവിടെ പലരും പാനിക്കായിട്ട്, പ്രത്യേകിച്ച് ഗൾഫിലെ കോവിഡ് സമയത്ത് എനിക്ക് ഇനി എൻ്റെ പാരൻസിനെ കാണാൻ പറ്റുമോ, എനിക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റില്ല, അങ്ങനെ ഭയങ്കര പാനിക്കായിട്ടുള്ള. അപ്പൊ ഒരു ലീഡർ എനിക്ക് തോന്നുന്നു എപ്പോഴും, ഞാൻ എന്നെ സ്വയം ലീഡറായെന്ന് പറയല്ല, നമ്മളെപ്പോഴും അതിന് ലീഡറിന് വിളിക്കണ്ട. ഒരാൾക്ക് ഒരു വളരെ ടെൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ എങ്ങനെ ഒരാൾ ബിഹേവ് ചെയ്യണു എന്നുള്ളതനുസരിച്ചിരിക്കും ആളുടെ സക്സസ്. നമുക്ക് രണ്ട് തരം വളരെ കാമായിട്ട് അതിനെ സ്വീകരിക്കാം, അല്ലെ? നേരത്തെ പറഞ്ഞ ബുക്ക് ഓഫ് വേൾഡ് ആണ്. അപ്പോൾ ഇതൊന്നും നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ല. അപ്പൊ അതിനെ നമ്മളെ എങ്ങനെ ഏറ്റവും ബെറ്റർ ആക്കി മാറ്റാം നമുക്കും നമ്മുടെ ചുറ്റുപാടുള്ളവർക്കും എന്നാലോചിക്കാം. അപ്പൊ ഇതിൽ നിന്നൊക്കെയാണ് എൻ്റെ, അപ്പൊ ഇത് പ്ലാൻഡ് ആണോ എന്ന് വെച്ചാൽ പ്ലാൻഡ് ആണ്. എന്നാൽ എൻ്റെ ഫസ്റ്റ് ഹാഫ് ഓഫ് മൈ ലൈഫ് പ്ലാൻഡ് അല്ല. ഞാനും മറ്റുള്ളവരുടെ പോലെ വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അന്ന് ഞാനും ഇതേപോലെ സിസ്റ്റത്തിനെ ബ്ലെയിം ചെയ്യാറുണ്ട്, ഗവൺമെന്റിനെ ബ്ലെയിം ചെയ്യും, ഒരു പരിധി വരെ പാരൻസിനെ ബ്ലെയിം ചെയ്യും, ഞാൻ ജനിച്ചു വന്ന നാടിനെ ബ്ലെയിം ചെയ്യും. പക്ഷെ ഇന്ന് എനിക്ക് അതൊന്നും ചെയ്യാൻ തോന്നാറുമില്ല. അത് ചെയ്യുന്നവരോട് ഞാൻ പറയാറേ ഉള്ളൂ. ഇന്ന് അതേ നാടിനെ തന്നെയല്ലേ ഭാരതത്തിന്റെ തന്നെ നിറകയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളിലല്ലേ പെരുവനം ഇന്റർനാഷണൽ വില്ലേജ് ഫെസ്റ്റിവൽ എത്രയോ വലിയ തലങ്ങളിലേക്ക് എത്ര അതിഥികൾ വന്നിട്ടുള്ള വില്ലേജ് ഫെസ്റ്റിവൽ ആണ്. അപ്പോൾ ഇറ്റ് ഷോസ് ഹൗ യു റിഫ്ലെക്റ്റഡ് ബാക്ക് ആൻഡ് തോട്ട് യു ഷുഡ് ഗിവ് ഇറ്റ് ബാക്ക് ടു യുവർ ഓൺ ലാൻഡ്, അല്ലേ? സർവമായ സിനിമ സക്സസ് 369 എന്ന ഒരു എന്താ പറയുക, ഒരു സക്സസ് റെസിപ്പി എന്ന് പറയണോ, സക്സസ് ഫോർമുല എന്ന് പറയണോ, ആ ഒരു ഫ്രെയിം വർക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു സക്സസ് ആണോ സർവമായ എന്ന സിനിമയ്ക്ക് ലഭിച്ചത്? കാരണം ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട് കണ്ണ് നനയിച്ച ഒരു സിനിമയാണ് സർവമായ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയതിൽ ഒരു വളരെ റിഫ്രഷിംഗ് ആയ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അത് അതിനകത്ത് ഒരു ഡെലുലു ഉണ്ടെങ്കിലും ഇറ്റ് ഇസ് നെവർ ഹൊറർ, ഇറ്റ് ഈസ് സോ ക്ലോസ് ടു ഹാർട്ട്. അത്രയും ഡിഫറെൻ്റ് ആയ റിഫ്രഷിംഗ് ആയ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ വെൻ യു ഡിസൈഡഡ് ടു പ്രൊഡ്യൂസ് എ മൂവി, okay, did you look at it through the Success 369 lens to select what should I produce? ഈ സിനിമ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യും എന്ന ആ തീരുമാനം ഒരു 369 ലെൻസിൽ എടുത്തൊരു തീരുമാനമാണോ? തീർച്ചയായും. അതല്ല എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. എന്നാൽ അതേസമയം അതിലേതാണ് നമ്മുടെ 369 കറ്റാലിസിസിലെ ഏത് പോയിന്റാണ് ഏറ്റവും ഫോഴ്സാണ് ഏറ്റവും അവിടെ ഞാൻ ഉപയോഗിച്ചതെന്ന് ചോദിച്ചാൽ കോർ ടീം. ആദ്യം ആരെയായിരിക്കണം നമ്മുടെ ടീമില്? ഇപ്പൊ സിനിമ എനിക്കോ എൻ്റെ കോ പ്രൊഡ്യൂസർ രാജീവിനോ അറിയുന്ന മേഖലയല്ല. അപ്പോൾ ആ സിനിമ എന്നുള്ള മേഖലയിലേക്ക് പോകുമ്പോൾ അതേസമയം ഞങ്ങൾ ആർട്ട് ആൻഡ് കൾച്ചർ മേഖലയിൽ ധാരാളം വളരെ ആക്റ്റീവായിട്ട് എൻഗേജ്ഡ് ആണ്. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവിടെ നമുക്ക് സാമ്പത്തിക ലാഭമുള്ള ഒന്നുമല്ല. പിന്നെ വരെ ഒരു കമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒന്നും ഞങ്ങൾ ഒരു വെഞ്ചർ നമ്മൾ ചെയ്തിട്ടില്ല ആർട്ട് ആൻഡ് കൾച്ചറിൽ. അപ്പൊ സിനിമയും ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ ഒരു കലാമൂല്യമുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് വേണ്ടതെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അതേസമയം അങ്ങനെ ചെയ്യുമ്പോൾ ആരായിരിക്കണം ആ സിനിമയിൽ നമ്മുടെ കൂടെ നിൽക്കേണ്ടത്, അതിന്റെ കോ ടീം ആരായിരിക്കണം, അതിന്റെ കപ്പിത്താൻ ആരായിരിക്കണം എന്നുള്ളതായിരുന്നു അതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസിഷൻ. അത് അഖിലാണ്. അപ്പോൾ ഈ സിനിമയിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ അഖിൽ ചെയ്യുന്ന കാര്യങ്ങളെ മുഴുവനായിട്ട് വിശ്വസിക്കുക എന്നുള്ളതാണ്. ഒരാളെ നമ്മുടെ കോ ടീമിൽ ഒരാളെ എടുത്താൽ നമുക്കറിയാത്ത മേഖലയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഭിപ്രായം പറയാൻ പോകാതിരിക്കും. നമുക്കറിയുന്ന മേഖലയിൽ നമുക്ക് വേണ്ട അഭിപ്രായങ്ങൾ ഏതൊക്കെയാണോ അത് അഖിൽ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ അല്ലാത്ത സമയത്ത് നമ്മളെ വെറുതെ അറിയിച്ചാൽ മതി, ജസ്റ്റ് നോട്ടിഫൈ ചെയ്താൽ മതിയോ. എന്തിനാണ് ഞങ്ങളോട് പറയുന്നത് വെച്ചാൽ അഖിൽ പറയും, നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പൊ രണ്ടു കൂട്ടർക്കും പരസ്പരമുള്ളൊരു വിശ്വാസമുണ്ട്. ആ ട്രസ്റ്റ് എലിമെന്റിന്റെ മുകളിലാണ് ഏത് കാര്യവും നമുക്ക് ഏത് പ്രോഡക്റ്റും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സർവമായയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കോർ ടീം
ചൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ അറിയാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പോകാതിരിക്കുക. ഞങ്ങൾ ചെയ്യാതിരുന്ന കാര്യങ്ങളാണ് അതിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് വന്നത്. അല്ല, പറയാൻ പോകാതിരുന്ന അഭിപ്രായങ്ങളായിരിക്കാം ആ സിനിമയുടെ ഏറ്റവും വലിയ സക്സസ് ആയിട്ട് മാറി. നമ്മള് അഴകിയ രാവണൻ സിനിമയില് മമ്മൂട്ടിനെ പോലെ ആവാണ്ടിരിക്കുക, പ്രൊഡ്യൂസർ എന്ന മോഡൊക്കെ വെച്ചിട്ട് പലപ്പോഴും അവർ പറയാറുണ്ട് ഞങ്ങള് ഒരിക്കലും സെറ്റിൽ പോകാറില്ല. സെറ്റിൽ പോയാൽ തന്നെ അവിടെ പോയി ജസ്റ്റ് അവിടെ പോയി ഇരിക്കും, ചായ കുടിക്കും, എല്ലാവരും ഒന്ന് കാണും, വരും. അങ്ങനെ 1-2 പ്രാവശ്യമൊക്കെയാണ് സെറ്റിൽ തന്നെ പോയിട്ടുള്ളത്. വളരെ കംഫർട്ടബിൾ വർക്കിംഗ് സ്പേസ് കൊടുത്തു എന്നുള്ളതാണ് അല്ലേ. കമ്മിങ് ബാക്ക് ടു സക്സസ് 369, എനിക്കിത് അജയുടെ അടുത്തും അതേപോലെ പ്രവീണിനോടും രണ്ടുപേരോടും ചോദിക്കുന്നുണ്ട്. യു വർ ടോക്കിംഗ് അബൌട്ട് ചില വ്യക്തികൾ എല്ലായിടത്തും അവർ അൺഹാപ്പി ആയിരിക്കും, ബി ഇറ്റ് അമംഗ് ദിയർ ഫ്രണ്ട്സ്, ബീയിങ് ഇറ്റ് അവരുടെ പ്രൊഫഷനിലാണെങ്കിലും ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും ഒരു അച്ഛൻ മകൻ ബന്ധത്തിലാണെങ്കിലും ഏതൊരു ബന്ധത്തിലും there is some grumpiness, they're very unhappy and they keep blaming others എന്നുള്ള ഇതുണ്ട്. അപ്പം ഈ സക്സസ് 369 ഒരു പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ മാത്രമാണോ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെൻസാണോ, അതോ പേഴ്സണലി ഒരാൾക്കൊരു റിലേഷൻഷിപ്പിൽ സക്സസ്ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഏത് ആസ്പെക്റ്റ് ആയിരിക്കും ആസ് എൻ ഓത്തർ അജയ് ഏറ്റവും കൂടുതൽ അഡ്വൈസ് ചെയ്യുക? ലൈക്ക് യു ഷുഡ് പ്രോബ്ലി ടേക്ക് ദി ക്ലാരിറ്റി ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഹൂ ഐ ആം ആൻഡ് വാട്ട് ആർ മൈ സ്ട്രെങ്സ്, വാട്ട് ഇസ് മൈ ഐഡന്റിറ്റി എന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ലോങ് പ്രോസസ് നമുക്ക് 369 അതാണോ ഏറ്റവും പ്രധാനം ഒരു റിലേഷൻഷിപ്പിന്റെ സക്സസ്സിൽ? അതോ ഇസ് ഇറ്റ് കറ്റാലിസിസിൽ പറയുന്ന കമ്മ്യൂണിക്കേഷൻ എന്നൊരു ആസ്പെക്റ്റ് ആയിരിക്കുമോ? അതോ ഒരു കോൺഗ്രുവൻസിനകത്ത് പറയുന്ന ഞാൻ എന്നെക്കുറിച്ച് എന്ത് ധരിക്കുന്നതായിരിക്കില്ല എൻ്റെ പാർട്ട്ണർ എന്നെക്കുറിച്ച് ധരിക്കുക എന്ന ആ ഒരു അലൈൻമെന്റ് ആണോ? സോ വാട്ട് പാർട്ട് ഓഫ് ദി 369 ഫ്രെയിം വർക്ക് will you suggest for relationship success, or is it even important in a relationship success? അതോ ഇതൊരു പ്രൊഫഷണൽ രീതിയിലുള്ള സക്സസ് എന്നുള്ളതാണോ എന്നുള്ളത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു ചോദ്യമായിട്ടും ചോദിച്ചു തന്നെയുള്ളൂ. ഇത്ര എനിക്കറിയാം, പക്ഷെ only for them. അതിലെ സക്സസ് ഈസ് ഓൾ അബൌട്ട് ലൈക്കിംഗ് യുവർ സെൽഫ് അല്ലേ? ലൈക്കിംഗ് വാട്ട് യു ഡു, ലൈക്കിംഗ് ഹൗ യു ഡു ആൻഡ് ലൈക്കിംഗ് വെയർ യു ഡു, ഇതെല്ലാം പ്രധാനമാണ്. അപ്പോൾ ഇത് നമ്മൾ പറയുന്ന സക്സസ് 369 പല കാര്യങ്ങളും ഇപ്പോൾ ദീപയുടെ മനസ്സിൽ കൂടെ പോയിണ്ടാവും. അതായത് ഒരു കാര്യം എനിക്ക് UAE ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ, ഞാൻ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള സ്ഥലം UAE ആണ് എൻ്റെ അഭിപ്രായത്തിൽ. അപ്പോൾ ലൈക്കിംഗ് വെയർ യു ഡു ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്നാൽ അതേസമയം എൻ്റെ നാടാണ് കേരളം. അപ്പോൾ കേരളത്തിൽ വരുമ്പോൾ അതിൻ്റെതായ സന്തോഷമുണ്ട്. ഇപ്പോൾ UAE ഇല്ലാതെ എനിക്കൊരു കേരളം ഇല്ല ഇതുവരെ. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളുടെയും ഒരു കൾമിനേഷനാണ് നമ്മുടെ സക്സസ് എന്ന് പറയുന്നത്. അത് ആദ്യമായിട്ടുണ്ടാവേണ്ട ഒരു ധാരണയാണ്. പിന്നെ രണ്ടാമത്, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും, അല്ലെങ്കിൽ പുസ്തകമായിട്ട് ഏത് പുസ്തകമായിക്കോട്ടെ, അതൊന്നും നമ്മുടെ പ്രൊഫഷണൽ വിജയത്തിന് വേണ്ടി മാത്രമല്ല. നമ്മുടെ ജീവിതത്തിന്റെ ഒരു സർക്കിൾ വരച്ചാൽ ആ സർക്കിളിൽ നമ്മുടെ സക്സസിന് നമുക്കൊരു ഫാമിലി വേണ്ടേ, നമുക്ക് ഫ്രണ്ട്സ് വേണം അല്ലേ, നമുക്ക് സോഷ്യൽ കണക്ട്സ് വേണം, നമ്മുടെ പ്രൊഫഷണൽ സക്സസ് വേണം. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും ആകത്തുകയാണ് ജീവിതം. സക്സസ് 369 എൻ്റെ തന്നെ ജീവിതമാണ്. അല്ലെങ്കിൽ പ്രവീണിന്റെ ജീവിതത്തിലുള്ള ഒബ്സർവേഷൻസ് ആണ്. അപ്പൊ അതിന് രണ്ടിന്റെയും കൂടിയിട്ടുള്ളതാണ് സക്സസ് 369. അപ്പൊ അതിലെ വ്യക്തിപരമായ വിജയങ്ങൾക്കും നമ്മുടെ ഫാമിലി ലൈഫിലോ അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിലോ ഉള്ള ബന്ധങ്ങളുടെ ഊഷ്മളതയ്ക്കോ ഒക്കെ സക്സസ് 369 വളരെ ഫലപ്രദമായിട്ട് യൂസ്ഫുൾ ആണ്. അതിൽ ഇപ്പോൾ ഒരു കോർ ടീം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ നേരത്തെ എടുക്കൂ. കോർ ടീം ഞങ്ങളും അഖിലുമായിട്ടുള്ള ഒരു ടീം അല്ലെ. അതിൽ വ്യക്തിപരമായ ബന്ധങ്ങളുണ്ട്. അതില്ലാതെ വ്യക്തിപരമായ ഒരു കെമിസ്ട്രി ഇല്ലാണ്ട് നമുക്ക് ട്രസ്റ്റ് ഉണ്ടാകുന്നില്ല. അത് മാത്രമാണ് പിന്നീട് പ്രൊഫഷണലി വരുന്നത്. ഒരു ഓർഗനൈസേഷനെ പോലെ അവിടെ നമുക്ക് ഫംഗ്ഷൻ ചെയ്യാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് സിനിമ ഒരു സ്റ്റാർട്ടപ്പാണ്. അതായത് ഒരു സ്റ്റാർട്ടപ്പ് പോലെയാണ് സിനിമയും. ഓരോ സിനിമയും ഒരു സ്റ്റാർട്ടപ്പാണ് അല്ലെ. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഒരു സ്റ്റാർട്ടപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ CEO ഉണ്ടാവണം, ഒരു ആശയം ഉണ്ടാവണം, അങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു നല്ല പ്രോഡക്റ്റ് ആയിട്ട് അത് വരണം, അതിനെ മാർക്കറ്റ് ചെയ്യണം, അത് മാർക്കറ്റ് ചെയ്ത് ഏറ്റവും എഫക്റ്റീവായിട്ട് ജനങ്ങളിലേക്ക് എത്തി ജനങ്ങൾ അത് വിജയിപ്പിക്കണം. അത് തന്നെയല്ലേ സിനിമയിലും. ഏറ്റവും ചെറിയ സമയം കൊണ്ട് ഒരു 6 മാസം കൊണ്ടോ 1 വർഷം കൊണ്ടോ ഒരു കൺസെപ്റ്റ് ഉണ്ടാവുന്നു, അതൊരു സ്റ്റോറി ലൈൻ ആവുന്നു, അത് തിരക്കഥയായി മാറി അതൊരു പ്രോഡക്റ്റ് ആവുന്നു. ആ പ്രോഡക്റ്റിനെ നയിക്കാൻ ഒരു CEO വേണം, ഒരു ഡയറക്ടറാണ്. അപ്പൊ ആ CEO അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ട സിനിമാറ്റോഗ്രാഫർ വേണം, മ്യൂസിക് ഡയറക്ടർ വേണം. ഇതെല്ലാം ചെയ്യുമ്പോൾ എന്നാൽ ഡയറക്ടർക്ക് ഇതിലും കഴിവുണ്ടാവണമെന്നില്ല. പക്ഷെ ഇതെല്ലാം കൂടി ഒരുമിച്ച്
എവിടെ എഡിറ്റ് ചെയ്യണം, എവിടെ കട്ട് ചെയ്യണം. അഖില് 20,000 പ്രാവശ്യമാണ് അത്ര അതിലെ ഓരോ പാട്ടുകളും. 20,000 എന്നുള്ളത് ജസ്റ്റ് നമ്പർ. അത്രയധികം പ്രാവശ്യം ആ പാട്ടുകളുടെ സീനുകൾ വീണ്ടും വീണ്ടും കണ്ട് അല്ലെങ്കിൽ പാട്ട് കേട്ട് അവിടെ എന്തൊക്കെ സീനുകളാണ് ആളുകൾക്ക് ഇഷ്ടപ്പെടുക എന്ന് ആലോചിച്ച്, അപ്പൊ അതിന്റെ പിന്നിൽ സക്സസിന്റെ പിന്നിൽ വളരെ ബോറിംഗ് ആയിട്ടൊരു പ്രോസസ് ഉണ്ട്. എത്രയോ എനിക്കറിയാം 6-8 മാസങ്ങളുടെ ഒരു തപസ്യായിരുന്നു. അതിന് മുന്നേ ഈ കൺസെപ്റ്റ് ആവുന്നതിന് മുമ്പ് അതിലുണ്ടായ കഥ വരുമ്പോൾ അത് കഥ നിവിൻ പോളിക്ക് ഇഷ്ടപ്പെടണം, ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെ ഉണ്ടാവാം, അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അപ്പോൾ വളരെ ബോറിംഗ് ആണ് ഇത് സക്സസ് എന്ന് പറയുന്നത്. ആ പ്രോസസ്സിൽ കൂടെ പോയാൽ മാത്രമേ ആ ജേർണി ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. അതും കൂടി എൻജോയ് ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ നമുക്ക് ഒരു സമയത്ത് നമ്മൾ അതിനെ വേണ്ടാക്കി, ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലെങ്കിൽ നമ്മൾ അതിനെ വേണ്ടാക്കി, അല്ലേ? അപ്പോൾ അത് വളരെ പ്രധാനമാണ് സക്സസ്സിൽ. അപ്പോൾ ജീവിതത്തിലെ വ്യക്തിപരമായ ജീവിതത്തിൽ സക്സസ് 369 ഫിലോസഫി അഡോപ്റ്റ് ചെയ്താൽ മാത്രമാണ് അത് പ്രൊഫഷണലി വർക്കാവുള്ളൂ. അതൊരു ഗ്രൂപ്പിൽ വരുമ്പോൾ അതൊരു ഓർഗനൈസേഷൻ ആയി എന്ന് മാത്രം. അത്ര സിമ്പിളാണ്. ഞാനിപ്പോഴും ആ ഒരു, എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഞാൻ ഇങ്ങനെ ഒരു ഇത് കേൾക്കുന്നത്. അതായത് എവറി മൂവി ഈസ് എ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. കാരണം കുറച്ച് മാസങ്ങളുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു കോൺസെപ്റ്റും അതിന്റെ എൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആ സിനിമയാണെന്നും അതിനൊരു CEO വേണമെന്ന ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ കമ്പാരിസൺ. ഞാൻ അതിൽ നിന്ന് ചിലപ്പോൾ ഒരു ഓർഗനൈസേഷണൽ സൈഡിൽ നിന്ന് വരുന്ന ഒരാളായതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ ഒരു കമ്പാരിസൺ ആലോചിക്കാൻ ഓരോ കാര്യങ്ങളും തോന്നുന്നത്. അതുപോലെ അജയ്, ഇപ്പം അജയുടെ, ഞാൻ എപ്പോഴും അജയിൽ എനിക്ക് ഏറ്റവും അഡ്മയർ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും ഒരു 40s അല്ലെങ്കിൽ ഒരു 50s അല്ലെങ്കിൽ ആ ഒരു ഏജ് ഇതിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ they'll think I've had it all, I've had enough എന്നൊരു ഇതിലേക്ക് വരാറുണ്ട്. ദാറ്റ് ഇസ് റെയർലി ദ ടൈം വെൻ എനിവൺ വർക്ക്സ് ഹാർഡ്, അല്ലെ? ആ ഒരു ഹാർഡ് വർക്ക് വരുന്നത് കൂടുതലും എനിക്ക് തോന്നുന്നു late 20s, 30s is like peak, 40s you're still pushing and all of that. പക്ഷെ then you later feel that I have worked hard enough. എനിക്ക് ഒരിക്കൽ ഞാൻ അജയോട് ചോദിച്ചിട്ടുണ്ട്, ഐ ഡോണ്ട് നോ ഇഫ് യു റിമെമ്പർ, നമ്മൾ UAE ഒരു മോളിലിരുന്ന സമയത്ത് I asked you, അജയ്ക്ക് ഇപ്പം ലൈക്ക് how do you get that motivation to do it? ഇപ്പം അജയ് പറഞ്ഞൊരു വാചകമാണ്, ഇറ്റ് വാസ് സോ ഇൻസ്പയറിങ്. എൻ്റെ പേരക്കുട്ടികൾ എന്നെ എങ്ങനെ ഓർക്കണം എന്ന് ഞാൻ അവരെങ്ങനെ എന്നെ ഓർക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് I try to do good things so that they remember me in a good way. അപ്പോൾ what I want to ask you is, നമ്മൾ സക്സസ് 369 ഒരു ബ്രാൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു കറ്റാലിസിസിലെ ഒരു ഫോഴ്സ് ഉണ്ട്. സോ ഐ വോണ്ട് ടു ആസ്ക് യു, what is that brand that Dr. Ajay Kumar should stand for and should be remembered for in future? അങ്ങനെ വളരെ ഒരു വാചകത്തിലൊക്കെ ഡിഫൈൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതെനിക്ക് ചിലപ്പോൾ ഇപ്പോൾ സാധിച്ചു എന്നില്ല. ഒരു പ്രശസ്തനായ ഒരു കലാകാരൻ്റെ മകൻ, ആളുമായിട്ട് ഞാൻ ഉണ്ടായ ഒരു കൺവെർസേഷനിൽ ആളോട് ഞാൻ ചോദിക്കുകയുണ്ടായി, ആൾക്ക് അച്ഛന് വേണ്ടിയാണ് ആൾ ജീവിക്കുന്നത്. അപ്പൊ ആളോട് ഞാൻ ചോദിച്ചു, അച്ഛൻ എന്ന ഒരു വലിയ എന്താ പറയുക, ഒരു ബിംബം നമ്മുടെ ആളുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പൊ എല്ലാവരും ആ അച്ഛന്റെ മകനായിട്ട് കാണുന്നു, ആ അച്ഛന് വേണ്ടി ആളെ ജീവിതം ഡെഡിക്കേറ്റ് ചെയ്തിരുന്നു. പക്ഷെ അതേസമയം താങ്കളുടെ മക്കളെ എങ്ങനെയാണ് താങ്കളെ കാണാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ആലോചിച്ചിട്ട് ചോദിച്ചു. അപ്പൊ അതൊരു റിയലൈസേഷൻ ആയിരുന്നു, മനസ്സിലായോ? അപ്പൊ നമുക്ക് ജീവിതത്തിൽ ഓരോരുത്തർക്കും നമുക്കൊരു ആളുടെ പർപ്പസ് അതുവരെ അച്ഛൻ്റെ ഇമേജ്, അച്ഛൻ്റെ ലൈഫ്, അതിനോട് താതാത്മ്യം ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു ചോദ്യമാണ് ആളെ പിന്നീട് ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന കാര്യത്തിനെ പറ്റി ആലോചിക്കുന്നത്. അപ്പൊ നമുക്ക് ഒക്കെ ജീവിതത്തിൽ അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടാവും, ഒരു മൊമെന്റ് ഓഫ് ട്രൂത്ത് ഉണ്ടാവാം. നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന, നേരത്തെ പറഞ്ഞില്ലേ എപ്പോഴും വാക്ക് മാറ്റി പറഞ്ഞു എന്ന് പറയുന്നതിൽ ഞാൻ തെറ്റ് കാണുന്നില്ല. കാരണം നമ്മുടെയൊക്കെ ഓരോ സമയങ്ങളിലുള്ള നമ്മുടെ ജീവിതത്തിനോടുള്ള കാഴ്ചപ്പാടുകൾ മാറാം, അതനുസരിച്ച് നമുക്ക് പല തരത്തിലുള്ള മാറ്റങ്ങൾ വരാം, അല്ലേ? അപ്പോ ഒരാളുടെ ജീവിതത്തിനെ അങ്ങനെ ഒരു ഒറ്റ ലൈനില് ഒരു ടാഗ് ലൈൻ കൊടുത്ത് നിർത്താൻ പറ്റില്ല. പക്ഷെ നമ്മൾ ട്രൂത്ത്ഫുൾ ആയിട്ട് ഓണസ്റ്റ് ആയിട്ട് ജീവിച്ചു വന്ന ഒരു പാത്തുണ്ട്. ആ പാത്തിൽ നിന്ന് നമ്മളെ എങ്ങനെ കാണണം എന്ന്, അത് നമ്മുടെ കൂടി ഒരു ട്രേഡ് സീക്രട്ട് ആയിരിക്കാം, അത് പറയാനും പാടില്ല. അപ്പൊ നമ്മളെ എങ്ങനെ കാണണം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായി, അല്ലെ? എല്ലാ വ്യക്തിക്കും ആഗ്രഹം ഉണ്ടാവും. നമ്മുടെ വീട്ടിൽ നിന്നുള്ള നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലി നമ്മളെങ്ങനെ കാണണം, നമ്മുടെ പാരന്റ്സ് എങ്ങനെ കാണണം, സിബ്ലിങ്സ് എങ്ങനെ കാണണം, നമ്മുടെ
ഫ്രണ്ട്സ് എങ്ങനെ നമ്മളെ കാണണം, നമ്മുടെ ഓഫീസിൽ എങ്ങനെ നമ്മളെ കാണാം. അപ്പോൾ അതിലൊക്കെ ഒരു റെസ്പെക്ട് എലിമെന്റും ഉണ്ട്. അടുത്ത് നിൽക്കുമ്പോഴും നമ്മളോട് അവർക്കുള്ള ഒരു ഇഷ്ടം, അല്ലെങ്കിൽ നമ്മളുടെ കഴിവിലുള്ള അവർക്കുള്ള ഒരു താല്പര്യം, നമ്മുടെ കഴിവിനോടുള്ള എന്താ പറയുക അവർക്കുള്ള ഒരു മതിപ്പ്, അതെല്ലാം നമുക്കൊക്കെ ആഗ്രഹമുള്ള കാര്യമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം, അത് നമ്മൾ ഫലപ്രദമായിട്ട് മറ്റുള്ള ആളുകളോട് ഇടപഴകുന്ന സമയത്തും അതെല്ലാം റിഫ്ലക്റ്റ് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ നമ്മളെ തന്നെ പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം, ഒരു എഫേർട്ട്, അതായിരിക്കണം. I wish you all the best. And എനിക്ക് തോന്നുന്നു ഇത്രയും നേരം there were so many beautiful moments. Thank you so much for being on this podcast. And Success 369 ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ മുമ്പോട്ടും ഹെൽപ്പ് ചെയ്യട്ടെ. അതുപോലെ തന്നെയാണ് ദീപ ഈസ് യു ആർ വെരി ഗുഡ് ഇൻ ടേക്കിംഗ് ഔട്ട് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് എനിവൺ. ഞാൻ സാധാരണ ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ ദീപയുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലാണ് ഞാനിപ്പോഴും ഒരു ബെഞ്ച് മാർക്ക് ആക്കി വരും. കാരണം കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം എന്നില്ല എല്ലാവരുടെയും. കമ്മ്യൂണിക്കേഷൻ ജസ്റ്റ് നോട്ട് അബൌട്ട് ഒരു ടോക്കിംഗ്, പക്ഷേ ദ വേ യൂസ് മേക്ക് അതേഴ്സ് കംഫർട്ടബിൾ, അത് ഞാൻ എപ്പോഴും മനസ്സിലാക്കാനും ഒബ്സർവ് ചെയ്യാനും ശ്രമിക്കാറുണ്ട്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ലിസണിങ്ങും. ലിസണിങ് സ്കിൽസ് എനിക്കുണ്ട്, പക്ഷെ അതേസമയം ഇങ്ങനെ ഒരാളോട് കൺവേഴ്സ് ചെയ്ത് ടു ടേക്ക് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ദാറ്റ് പേഴ്സൺ, അതും ഒരു സ്കില്ലാണ്. Thank you. No, it was such an inspiring conversation, Ajay, and I look forward to more. And I want to bring both of you authors together very soon, hopefully. UAE like ellarum parada inshallah. Let's have both of you together. Thank you so much for being on this podcast. Thank you. So this was Success 369 with Dr. Ajay Kumar, and next time I'll be back with another personality who has achieved meaningful success in life. Till then, this is Deepa signing off. Cheers.